എന്തിനാണ് ഈ അപ്പോസ്റ്റലിക് ടീച്ചിങ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നതെന്ന് ഒരു വാക്യം നമുക്ക് എഫേസ്യ ലേഖനത്തിൽ നിന്ന് വായിക്കാം. ഒരു ചർച്ചിൻ്റെ ടാർഗറ്റ് എന്താണ്? ഒരു ചർച്ച് എങ്ങോട്ടാണ് വളരേണ്ടത്? എന്താണ് ഇതിൻ്റെ റൂട്ട്? എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സസ് 4 ഓൺവേർഡ്സ് നമുക്ക് വായിക്കാം. നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളെ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ഇപ്പം നമുക്കൊരു യൂണിറ്റി ഉണ്ട്. അത് പ്രത്യാശയിൽ നിന്നുണ്ടാകുന്നതാണ് യൂണിറ്റി. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്കെല്ലാം ഒറ്റ പ്രത്യാശയുള്ളൂ. ഇന്ന് പല ചർച്ചകളിലും വരുമ്പോൾ പല പല മോഹങ്ങൾ തന്നെ വിളിക്കുന്നത്. ചിലർക്ക് കടഭാരങ്ങൾ മാറും, ചിലർക്ക് വയറുവേദന മാറും, ഇങ്ങനെ പല പല ആശ്വാസങ്ങളാണ്. പക്ഷേ കർത്താവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർക്ക്, വീണ്ടും ജനിക്കപ്പെട്ടവർക്ക് ആകെ ഒരൊറ്റ പ്രത്യാശ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏക പ്രത്യാശയിലാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരേ ഒരു വാഗ്ദത്തമാണ് നാം എല്ലാം പ്രാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഐക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏക പ്രത്യാശയ്ക്കായി വിളിക്കപ്പെട്ടിരിക്കുന്ന പോലെ ശരീരമൊന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇനി എന്തിലാ വ്യത്യാസമുള്ളത്? അടുത്ത വാക്യം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പൊ കൃപയുടെ വരങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനിലാണ് വ്യത്യാസമുള്ളത്. നമ്മുടെ പ്രത്യാശ എല്ലാം ഒന്ന് തന്നെയാണ്, കർത്താവ് ഒന്ന് തന്നെയാണ്, വിശ്വാസം ഒന്ന് തന്നെയാണ്, ദൈവത്തിൻ്റെ അടുത്തുള്ള നമ്മുടെ പ്രവേശനം ഒന്ന് തന്നെയാണ്, നമ്മുടെ വിശുദ്ധീകരണവും തേജസ്കരണവും എല്ലാം കർത്താവാണ്. ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ എനി ഓഫ് ദീസ്. പക്ഷേ എവിടെയാണ് വ്യത്യാസം? കൃപാവരങ്ങളുടെ വിതരണത്തിൽ മാത്രമാണ് വ്യത്യാസം. ഇനി അതിൻ്റെ 11-ാം വാക്യം വായിച്ചാൽ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ഇത് ഒരു ഗിഫ്റ്റുകളുടെ വിതരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ചിലരെ അവൻ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരേ പ്രത്യാശ ഉള്ളവരിൽ നിന്ന് തന്നെ, ഒരേ കർത്താവും ഒരേ വിശ്വാസവും ഉള്ളവരിൽ നിന്ന് തന്നെ ദൈവം അവൻ്റെ യുക്തിക്കനുസരിച്ച്, അവൻ്റെ കൃപയ്ക്കനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോരോ കൃപാദാനങ്ങളെ നൽകിയിരിക്കുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന 4 കൃപാവരങ്ങൾ ശുശ്രൂഷാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 5 വരങ്ങൾ ശുശ്രൂഷാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. 5 ശുശ്രൂഷകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ് പ്രധാനമായിട്ടും ഈ അപ്പോസ്തലൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ അപ്പോസ്തലൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് പൗലോസിനെയാണ്. പൗലോസ് എന്ന അപ്പോസ്തലൻ നമുക്കിപ്പോഴും അവൈലബിൾ ആണ്. പത്രോസും നമുക്ക് അവൈലബിൾ ആണ്. യോഹന്നാൻ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അവർ. അപ്പോൾ അവരുടെ ഉപദേശം ഇട്ടത് നമുക്ക് ആ അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെയും അടിസ്ഥാനത്തിന്മേലാണ് ഈ സഭ പണിതിരിക്കുന്നത്. അതിൻ്റെ വെളിയിൽ പണിയാൻ പറ്റത്തില്ല. അവർ ഇട്ട അടിസ്ഥാനത്തിന് വെളിയിൽ വേറൊരു അടിസ്ഥാനം ഇടാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പൗലോസ് പറയുന്നു, ഞാനൊരു ക്രിസ്തു അടിസ്ഥാനമായി ഞാനൊരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, അതിന് വേറൊരു അടിസ്ഥാനം ഇടാൻ ഇനി ആരെക്കൊണ്ടും കഴിയില്ല. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിലാണത് പറയുന്നത്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായ അടിസ്ഥാനത്തിൽ സഭ പണിയപ്പെടുമ്പോൾ അതിനകത്ത് പലതരം ശുശ്രൂഷകൾ, പലതരം കൃപാവരങ്ങൾ ദൈവം അണിയിക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് വായിക്കാം. അടുത്ത വാക്യം വായിച്ചോ. അത് നാം എല്ലാവരും അതൊന്ന് കണ്ടോ. ഓക്കെ, ഇംഗ്ലീഷിൽ നോക്കി. ഫോർ ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്, ഫോർ ദ വർക്ക് ഓഫ് ദ മിനിസ്ട്രി, ഫോർ ദ എഡിഫൈയിങ് ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അത് അങ്ങോട്ട് വരും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. ഇപ്പോൾ വിശ്വാസം എല്ലാവർക്കും ഒന്നാണെങ്കിലും അതിൻ്റെ മെഷറിൽ വ്യത്യാസമുണ്ട്. ഒരാൾ വിശ്വസിക്കുന്ന അത്രയും വേറൊരാൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും ഒരേ മെഷറിൽ വിശ്വാസം ഉണ്ടാവുക, ഫുൾനെസ് ഓഫ് ഫെയ്ത്തിലേക്ക് ഓരോരുത്തരെയും നടത്തുക. അതിനുവേണ്ടിയാണ് ശുശ്രൂഷകൾ. അപ്പോൾ നമ്മൾ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് വ്യാഖ്യാനിക്കണം ആദ്യം. ആ വിശ്വാസത്തിൻ്റെ പെർഫെക്ഷനിലേക്ക് നമ്മൾ ഓരോരുത്തരെയും നടത്തണം. അതിന് പരസ്പരം വളർത്തുന്ന ഒരു പരിപാടി സഭയ്ക്കകത്തുണ്ട്. ഓരോ കൃപാവരങ്ങളിലൂടെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്തും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു കമ്മ്യൂണിറ്റി ബന്ധമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടാ, ചേച്ചി, അപ്പ, അമ്മച്ചി, അങ്ങനത്തെ ബന്ധം. ഒരു ദിവസം എൻ്റെ വൈഫിന് സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയപ്പോഴോ ഒരു ചെറിയ സർജറി ഉണ്ടായിരുന്നു. അതിൻ്റെ സമയത്തൊന്നും അവിടെ ഹോസ്പിറ്റൽ ഉണ്ടാവാൻ പറ്റിയില്ല, കാരണം ഈ തിരക്കുക. അപ്പം ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരനാണ് ഈ ICUവിൻ്റെ വെളിയിൽ, സർജിക്കൽ ICUവിൻ്റെ വെളിയിൽ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്, എന്തുണ്ട് വിശേഷം നമുക്ക് വിളിച്ച് ചോദിക്കും. ഈ മീറ്റിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടോ. ഇടയ്ക്ക് മീറ്റിങ്ങിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിലല്ല, അത് കഴിയും. കുറച്ച് നേരം കഴിഞ്ഞപ്പം പുള്ളി എന്നോട് ചോദിച്ചു,
ചേട്ടനെ എന്തിനാ ദൈവം വിളിച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ വേല ഞാൻ സുശേഷമല്ല. എന്നെ ഇപ്പം കർത്താവ് പറഞ്ഞേക്കുന്നത് ഇവിടെ ഇരുന്നോളാനാ. അതുകൊണ്ട് ചേട്ടൻ്റെ പണി നോക്ക്, ഞാൻ എൻ്റെ പണി നോക്കിക്കോളാം. ഞാൻ ആകെ ഞെട്ടി. അടുത്ത ഡയലോഗ് എന്തായിരുന്നറിയാം? അതിനിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ഞാൻ വൈകിട്ട് 10:10 ആയപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഈ സഹോദരൻ എന്നോട് പറയാം, ചേട്ടാ രാവിലെ ഞാൻ അങ്ങനെ പറഞ്ഞ വിഷമമായോ? ഞാൻ പറഞ്ഞു ഇല്ല. പുള്ളി പറഞ്ഞു, അതെന്താണെന്നറിയോ ചേട്ടാ ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമുക്കെല്ലാവർക്കും ദൈവം അവൻ്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ചേച്ചിക്കും ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ അവൻ തരണമെങ്കിൽ എന്തുമാത്രം സ്നേഹം അവനുണ്ടായിരിക്കും. അവൻ അസൂയക്കായി കാംക്ഷിക്കുന്നു എന്നല്ലേ പറയുന്നത്, അവൻ്റെ ആത്മാവിനെ നൽകിയവരെ. അപ്പോൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് വേറൊരു മനുഷ്യൻ ഉത്കണ്ഠപ്പെടുന്നു എന്ന് പറയുമ്പം ആ ദൈവത്തിനൊരു വിഷമമാകത്തില്ലേ? അതുകൊണ്ടാണ് ചേട്ടാ ഞാനങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പുള്ളിയോട് ചോദിച്ചു, അടുത്ത ഞായറാഴ്ച സഭയിൽ പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഈ കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളർത്താൻ കൃപാവരങ്ങളുടെ ഒരു വിതരണം അതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി. നമ്മൾ ഇന്നൊരു പാസ്റ്ററിലേക്കെല്ലാം ചുരുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ബലഹീനത തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ പാസ്റ്റർ ഈസ് പാസ്റ്റർ. പക്ഷേ എല്ലാ കൃപാവരങ്ങളുടെയും ശുശ്രൂഷകൾ നമ്മുടെ സഭയിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും അത് ലഭിച്ചവർ അത് ജ്വലിപ്പിക്കുകയും അതെല്ലാം ക്രൈസ്റ്റ് സെൻട്രിക് ആവുകയും വേണം. ഒരൊറ്റ പ്രത്യാശയിലേക്ക് നയിക്കാവുള്ളൂ. എയറോപ്ലെയിനിൽ കയറി പോകുന്ന പ്രത്യാശ പറയരുത്. തേജസ്കരിക്കപ്പെട്ട് മുകളിലോട്ട് പോകുന്ന പ്രത്യാശയെ പറയാവുള്ളൂ. അങ്ങനെ ഒരേ പ്രത്യാശയാലും ഒരേ വിശ്വാസത്താലും ഒരേ കർത്താവിനാലും ഒരേ ആത്മാവിനാലും നയിക്കപ്പെടുന്നവരുടെ ആ ഒരു ശരീരം ഒന്നായതുകൊണ്ട് അതിൻ്റെ ഓരോ അവയവങ്ങളും ചെയ്യുന്ന ഫങ്ഷൻ പലരും കൂടിച്ചേർന്നാണ് നമ്മളെ ക്രിസ്തുവിൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത്. ഒരാൾക്ക് സാധിക്കില്ല. അത് ശുശ്രൂഷ, കൃപാവരങ്ങളുടെ ശുശ്രൂഷയും അത് അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുമ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന ആ കൃപ. അപ്പോൾ സഭയ്ക്കൊരു ഫോക്കസ് ഉണ്ടായിരിക്കണം. സഭയുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലെ ഐക്യത. അത് എല്ലാവർക്കും ഒരുപോലെ ഐക്യത ഉണ്ടാകണം. തികഞ്ഞ പുരുഷത്വം എന്ന് പറഞ്ഞാൽ ചൈൽഡിഷ് ബിഹേവിയർ നമ്മൾ രക്ഷപ്പെടണം. ഈ ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വേഡ് ആകുന്ന സ്ട്രെങ്ത് ഇല്ലാത്ത ആ ഒരു ക്യാരക്ടറിൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെടണം. അവനെ തോണ്ടി ഇവനെന്നെ മാന്തി എന്നുള്ള രീതിയിലുള്ള പരാതികൾ ചർച്ചിനകത്ത് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ളത്. കാരണം ഈ സഭയ്ക്കകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും മാനസാന്തരപ്പെട്ടവരാണ് നമ്മുടെ ചിന്ത. അതുകൊണ്ട് വെളിയിലുള്ളവർ ഇത്തിരിയൊക്കെ ചെയ്താലും നമ്മൾ ക്ഷമിക്കും. ഈ സഭയ്ക്കകത്തുള്ളവർ എന്തെങ്കിലും ഇത്തിരി കുറവ് കാണിക്കുന്നതാണ് നമുക്ക് അവരോട് മറക്കാനും ക്ഷമിക്കാനും പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത് ഇതിനകത്താണ്. അത് നമ്മൾ ചൈൽഡിഷ്നെസ് കളയാത്തതുകൊണ്ടാണ്. നമ്മളെപ്പോഴും ഈ വഴക്കാളികളാവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പുരുഷത്വം അതായത് വളരുന്നില്ല. എപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഇതുകൊണ്ടാണ്. അത് പ്രശ്നം. പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. അപ്പോൾ ഒരു സഭ എന്തോരം നാൾ വേണം? അവരെല്ലാവരും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. അതെപ്പോൾ നടക്കുമായിരിക്കും? കർത്താവ് വരുന്നതിന് മുമ്പ് നടക്കുമായിരിക്കും. കർത്താവ് വരുമ്പം നടക്കും. തേജസ്കരണത്തോടു കൂടിയാണ് അത് നടക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ ഈ സഭ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഈ കൃപാവരങ്ങളുടെ ഓഫീസുകളുടെ ശുശ്രൂഷ അത് ലോകത്തിലേക്ക് ആൾക്കാരെ വലിച്ചു കൊണ്ടുപോകാതെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ശുശ്രൂഷകൾ. അപ്പോൾ നമുക്കൊരു പുതിയ റിവൈവൽ ആവശ്യമാണ് നമ്മുടെ സഭകളിൽ. അല്ലാതെ ഈ വചനം സ്ഥാപിക്കപ്പെടാൻ പ്രയാസമാണ്. വചനം പ്രസംഗിക്കപ്പെടാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്. പക്ഷെ പുതിയൊരു റിവൈവൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നെങ്കിലേ അത് നമ്മളിൽ സ്ഥാപിക്കപ്പെടുകയും അത് ഫലം കായ്ക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ സഭയായി ഒരു പ്രാർത്ഥനയുടെ ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ വഴിതെറ്റിപ്പോകാതെ നിഴലുകളിലേക്ക് വീണ്ടും മടങ്ങാതെ ഈ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ കാതലിലേക്ക് വരാനുള്ള ഒരു കടമ നമുക്ക് അന്ത്യകാലത്തുണ്ട്. സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുകയുള്ളൂ. ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, യേശു കർത്താവ് പറഞ്ഞു, അവരും സാക്ഷാൽ വിശദീകരിക്കപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശദീകരിക്കും. എബ്രായ ലേഖനത്തിൽ പറയുന്നു, 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, അവൻ കഷ്ടമനുസരിച്ച് സഹിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനായി. വളരെ കഷ്ടപ്പെട്ടു കർത്താവ്, അല്ലേ? വളരെ കഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സ്നാനം മുതൽ. ഈ സ്നാനത്തിൻ്റെ സമയത്ത് ശരിക്കും കർത്താവ് നമ്മുടെ എന്താ പറയുക, ആ മിനിസ്ട്രിയിൽ നമ്മുടെ പകരക്കാരനായി കർത്താവ് മാറുന്ന സ്നാനത്തിൻ്റെ സമയത്താണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മെപ്പോലെ ആത്മാവിനെ സ്വീകരിക്കുകയും നമ്മെപ്പോലെ പാപത്തെ എതിരിടുകയും നമുക്ക് പകരം ജീവിക്കുകയും നമുക്ക് പകരം ജയിക്കുകയും അവൻ ജയിച്ച വഴികളിലൂടെ മാത്രമേ നമ്മളോട് നടക്കാൻ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. ആ വഴിയിൽ കർത്താവ് ഓൾറെഡി ഉണ്ടായിരുന്നു, അവൻ ജയിച്ചതാണ്. അതുകൊണ്ട് അവൻ തന്നെ നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് നമ്മൾ തോക്കില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് വി വിൽ ഓൾവേസ് ബി വിക്ടോറിയസ്. അവൻ അനുഭവിച്ച അതേ പരീക്ഷകളിൽ നമ്മൾ കടന്നു പോകും. പക്ഷെ ദാറ്റ് വിൽ ബി മച്ച് ലെസ്. കർത്താവ് അനുഭവിച്ച അത്ര ഉണ്ടാവില്ല.
നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ളൊരു പരീക്ഷണം ദൈവം തന്നാൽ അതിൻ്റെ പോക്ക് വഴിയും ദൈവം ഉറപ്പായിട്ടും വെച്ചിരിക്കും. അപ്പോൾ കർത്താവ് നടന്ന ഒരു വഴിയിൽ പ്രലോഭനങ്ങളെ ജയിച്ച ഒരു വഴി നമുക്ക് തന്നിട്ടുണ്ട്. ആ വഴിയിൽ അവന് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. വേറെ ആരാണെങ്കിലും 40 ദിവസം കഴിഞ്ഞ് ചാവാൻ പോകുമ്പോൾ പരവശം എടുത്ത് എന്തെങ്കിലും എടുത്ത് കഴിച്ചേനെ. ബട്ട് ഓൺലി ക്രൈസ്റ്റ് കുഡ് ഹാവ് വാക്ക് ദാറ്റ് റോഡ്. ആ റോഡിൽ എന്നെ നിർത്തിയിട്ട് പറയുക, നീ അല്ല, ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഹീ ബിക്കംസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ബൈ ഫെയ്ത്ത്. ഞാൻ പറയാം, കർത്താവെ ഞാനല്ല, നീയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കാത്തത് എന്നിൽ വസിക്കുന്ന കർത്താവിനെ കൊണ്ട് കഴിയും. അപ്പം 3.5 വർഷം എന്ന് നമ്മൾ വിചാരിച്ചോ, ഈ സ്നാനം തൊട്ട് ക്രൂശ് മരണം വരെ. ആ 3.5 വർഷം കൊണ്ട് കർത്താവ് നേടിയ വിശുദ്ധിയുടെ പൂർത്തീകരണം, അനുസരണത്തിൻ്റെ പൂർത്തീകരണം. ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അത് ജനിക്കുന്ന സമയത്ത് തന്നെ ആ എംപ്റ്റിയിങ് പ്രോസസ്സ് ആരംഭിച്ചായിരുന്നു അല്ലേ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. ഇപ്പോൾ ദൈവമായിരിക്കെ തന്നെയാണ്, പക്ഷെ എന്ത് വിട്ടുകളഞ്ഞു? സമത്വം വിട്ടുകളഞ്ഞു. ദൈവമായിരിക്കെ തന്നെ അവൻ സമത്വം വിട്ടുകളഞ്ഞു, മനുഷ്യവേഷത്തിൽ വന്നു. ആ മനുഷ്യവേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടു, വിളങ്ങി അല്ലേ. അപ്പോൾ അന്നു മുതൽ ഒരു അനുസരണത്തിലൂടെയാണ് കർത്താവ്, ഒരു പ്രോസസ് ഓഫ് ഒബീഡിയൻസ് ഉണ്ട്. കർത്താവിൻ്റെ ഒബീഡിയൻസ് ആണ്. ആ ഒബീഡിയൻസ് ക്രൂശിലെ മരണത്തോളമായിരുന്നു. ഈ ക്രൂശിലെ മരണത്തോളമുള്ള ഒരു ഒബീഡിയൻസിലൂടെ കർത്താവ് കാണിച്ചിരുന്നൊരു കാര്യമുണ്ട്, നത്തിങ് ലെസ് ഈസ് അക്സെപ്റ്റബിൾ എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹി ഈസ് സെറ്റിംഗ് എ സ്റ്റാൻഡേർഡ്. ഇഫ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് റൈച്ചസ്നെസ്, ഡെത്ത് ഷുഡ് ബി ദ ലിമിറ്റ്. ഇഫ് യു ആർ സ്പീക്കിംഗ് അബൌട്ട് ലവ്, ഡെത്ത് ഷാൽ ബി ദ ലിമിറ്റ്. മരണം വരെ സ്നേഹിക്കണം, മരണം വരെ അനുസരിക്കണം. അത് ക്രൂശിലെ മരണമെങ്കിൽ ക്രൂശിലെ മരണം വരെ. ഒബേ അണ്ടിൽ യു ഡൈ, ലവ് അണ്ടിൽ യു ഡൈ, ലവ് അണ്ടിൽ യു ഡൈ, forgive until you are killed, you are murdered. Forgive until you are murdered. നിങ്ങൾ മരിക്കുന്ന വരെ ക്ഷമിച്ചുകൊണ്ടിരിക്കുക, മരിക്കുന്ന വരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അതാണ് ക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ തികവ് പ്രാപിക്കേണ്ടത്. ആ 3.5 വർഷം കൊണ്ട് കർത്താവ് അനുസരിച്ച് നേടിയ പെർഫെക്ഷൻ, 3.5 വർഷം കൊണ്ട് കർത്താവ് പിതാവിൻ്റെ അനുസരണത്തെ എങ്ങനെ പൂർത്തിയാക്കിയോ അത് പൂർത്തിയാക്കാൻ നമുക്ക് എത്ര വർഷം തന്നിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം ആ ഒബീഡിയൻസ് മരണം വരെ സ്ട്രെച്ച് ചെയ്യുന്ന ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ല, ക്രിസ്തുവാണ് അത് ചെയ്യുന്നതെന്നുള്ളതും, മരിക്കുന്നത് ഇതിൻ്റെ അവസാനമല്ല, നമ്മുടെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെയാണെന്നുള്ളതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം വി ഡോണ്ട് ഹാവ് ടു ഡൈ, വി ആർ ഓൾറെഡി ഡെഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ അവനിൽ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഈ നീതി നമ്മളിൽ പൂർത്തിയാക്കുന്ന വിഷയം. ഹീ സഫേർഡ്, he obeyed, suffered and learned obedience അല്ലേ. അവൻ കഷ്ടം അനുഭവിച്ച് അനുസരണം പഠിച്ചു, തികഞ്ഞവനായി മരണം വരെ അവൻ കഷ്ടം അനുഭവിച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി മരിച്ചിട്ടാണ് ആ മരണത്തിൻ്റെ ആ എഫക്റ്റ് ഓൾറെഡി നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് നമ്മൾ അനുസരണത്തിലേക്ക് പോകുന്നത്. സോ വി ഡോണ്ട് ഹാവ് എനി എഫേർട്ട്. എന്തിനും എഫർട്ട് എടുക്കണ്ട, പോയി മരിക്കാൻ വേണ്ടി എഫർട്ട് എടുക്കണ്ട. ദാറ്റ് ക്രൈസ്റ്റ് ഹാസ് ഓൾറെഡി ഡൺ ഫോർ us. വെൻ ഹീ ഡൈഡ്, ഐ ഓൾസോ ഡൈഡ് വിത്ത് ഹിം. അത് നമ്മുടെ വിക്ടറി, ഏറ്റവും വലിയ വിക്ടറിയാണ്. അപ്പോൾ ഓരോ സമയത്തും നമ്മുടെ ഫെയ്ത്ത് നമ്മളെ എത്തിക്കുന്നത് ഒബേ അണ്ടിൽ യു ഡൈ, ലവ് അണ്ടിൽ യു ഡൈ എന്ന നീതിയിലേക്കാണ്. ഇത് നിങ്ങൾക്ക് എന്തൊരു മനസ്സിലായെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ലൈഫിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹം എത്ര നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെയും തോന്നിയാലും ഒന്നാമത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിനകത്ത് കൗണ്ടർ ഫോഴ്സ് ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഭാര്യ ഭർത്താവും തമ്മിൽ പറയണം, ഞാൻ നിന്നെ എന്തോ സ്നേഹിക്കുന്നുണ്ട്, നീ എന്നോട് എന്ന് പറയുന്നത് അതിനർത്ഥം കൗണ്ടർ ഫോഴ്സ് ഉണ്ടെന്ന്. കാരണം ഞാൻ സ്നേഹിക്കുന്നതിനെല്ലാം ഞാൻ കണക്ക് പറയുമെന്ന് അതിനർത്ഥം. ദാറ്റ് വാസ് നോട്ട് അൺകണ്ടീഷണൽ, ദാറ്റ് വാസ് നോട്ട് ഡിവൈൻ, ദാറ്റ് വാസ് നോട്ട് അഗപ്പേ. നമ്മൾ എന്തിൻ്റെ എല്ലാം കണക്ക് സൂക്ഷിക്കുന്നുണ്ടോ അതൊന്നും അഗപ്പേ അല്ല, അതെല്ലാം ജഡത്തിൽ നിന്ന് വരുന്നതാണ്. അൺകണ്ടീഷണലായിട്ട് ചിന്തിച്ച് നോക്കി, ദാറ്റ് പേഴ്സൺ ഡസ് നോട്ട് ലവ് മീ അറ്റ് ഓൾ. എനിക്ക് പ്രശ്നമില്ല, കർത്താവ് എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ സ്നേഹത്തിൽ ഒരു കുറവുണ്ടാവില്ല. ലെറ്റ് ഹിം ഹിറ്റ് മീ, ഐ സ്റ്റിൽ ലവ് ഹിം. അത് ക്രിസ്തുവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കൗണ്ടർ ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ ഒബീഡിയൻസിൽ ക്രിസ്തുവിൽ കുറഞ്ഞത് ഒന്നിലും സെറ്റിലാവാതിരിക്കുക എന്നുള്ളതാണ്, വേറെ ഒന്നുകൊണ്ടും തൃപ്തനാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള ഒരേ ഒരു വഴി. ദെൻ ക്രൈസ്റ്റ് വിൽ ബി അവർ ഓൺലി എക്സാമ്പിൾ. ക്രിസ്തു മാത്രം നമ്മുടെ എക്സാമ്പിൾ ആകണമെങ്കിൽ ക്രിസ്തുവിൽ കുറഞ്ഞതൊന്നിലും നമ്മൾ തൃപ്തരാകരുത്. നെവർ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഹ്യൂമൻ ഒബീഡിയൻസ്. പുഷ് യുവർ സെൽഫ് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. ആ പുഷിങ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് ബിക്കോസ് ഓഫ് ലവ്. അത് സ്നേഹത്താൽ മാത്രം ആ പുഷിങ് ഉണ്ടാവുള്ളൂ. ദറ്റ് ഗ്രോണിങ്, ഇൻവേർഡ് ഗ്രോണിങ്, അതുണ്ടാകണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ അത്ര സ്നേഹം ഉണ്ടാകണം. ആ സ്നേഹത്തിൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. ആ
ആ സ്നേഹം ഭയത്തെ പുറത്താക്കുകയും നമ്മളെ കർത്താവിൻ്റെ മടിയിലിരുത്തുകയും ചെയ്യുന്നു. ദാറ്റ് മേക്സ് us his children. അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രായത്തിൻ്റെ അളവ് പൂർത്തിയാകുവോളം സഭയുടെ ശുശ്രൂഷകൾ തുടർന്നു കൊണ്ടേയിരിക്കണം. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു ദേശത്ത് സഭ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ ഞായറാഴ്ചയും ഒന്ന് കൂടാനും 2 മണിക്കൂർ എന്തെങ്കിലും ഒരു പെർഫോമൻസ്, നല്ലപോലെ ഓർഗൻ വായിക്കുന്നവർ അവരുടെ പെർഫോമൻസ് നല്ലപോലെ, അത് പിള്ളേരൊക്കെ 2-3 ആഴ്ചയൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണ് ഈ ഞായറാഴ്ച. എൻ്റെ പിള്ളേരെ കുറച്ച് തെറ്റിപ്പോക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കർത്താവ് നോക്കുന്ന ഹൃദയമാണ്. നമ്മൾ ഇത്രയും ഭയങ്കര പ്രാക്ടീസ് ഒന്നും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വിചാരിക്കുമോ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഇയാൾ എന്തോ ഉള്ളത്, അങ്ങനൊന്നും അല്ല. ദൈവം നോക്കുന്നത് നിങ്ങൾ എത്ര തകർന്ന ഹൃദയത്തോടെ ഇത് പാടി എന്നുള്ളതാണ്. ഇപ്പം എന്തതിശയമേ ദൈവത്തിന് സ്നേഹവും ഞാൻ പാടുമ്പം എൻ്റെ രാഗവും ശ്രുതിയും താളവും ശരിയായോ എന്നാണോ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതോ ഇവൻ്റെ ഹൃദയത്തിൽ ഈ സ്നേഹം അതിശയമായിട്ട് വരുന്നുണ്ടോ എന്നാണോ? ഏതായിരിക്കും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്? സിന്ധു നദി പോലെ ചിന്തകൾക്ക് അതീതമാണ്. എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. സിന്ധു നദി തുടങ്ങുമ്പോൾ ചെറിയൊരു അരുവിയാണ്. അത് വലുതായി വലുതായി വരുന്ന പോലെ, അതിനപ്പുറം ഇപ്പുറം കാണാൻ പറ്റാത്തതുപോലെ ആയി വലുതാകുന്ന പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും എന്നിൽ വർദ്ധിച്ചു വരുന്നു. അവൻ സന്തതം തൻ്റെ മാറോട് ചേർന്നിരുന്ന പുത്രനെ എനിക്ക് വേണ്ടി വിട്ടു തന്നു, കർത്താവേ എന്ന് ഹൃദയത്തിൽ നിലവിളിച്ചുകൊണ്ട് പാടുമ്പോഴാണോ ദൈവം മഹത്വപ്പെടുന്നത്? അതിൻ്റെ ഓർഗനിലെ അതിൻ്റെ ഗുട്ടൻസുകളൊന്നും എനിക്കറിയത്തില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ പറയാം, അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഈ ഗുട്ടൻസുകളെല്ലാം കറക്റ്റ് ആവുമ്പോഴാണോ ദൈവം പ്രസാദിക്കുന്നത്? സംടൈംസ് യു ആർ വർഷിപ്പിംഗ് ദാറ്റ് ഗോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഗോഡ് ഓഫ് മ്യൂസിക്. ആ വർഷിപ്പ് ക്രിസ്തുവിലേക്ക്, ആ ഞരക്കത്തിലേക്കും നുറുക്കത്തിലേക്കും വരാതെ, അതിൻ്റെ അകത്തെ മെഡിറ്റേഷനിലേക്ക് വരാതെ, അതിൻ്റെ താളത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ യു ആർ നോട്ട് ഫോക്കസിങ് ഓൺ ക്രൈസ്റ്റ്, യു ആർ ഫോക്കസിങ് ഓൺ ദ മ്യൂസിക്. ഇതാ മ്യൂസിക്കിൻ്റെ ഏറ്റവും വലിയ അപകടം. യു ആർ ഗെറ്റിംഗ് ഡീവിയേറ്റഡ്. നമുക്കത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ അതിൻ്റെ അപകടത്തെക്കുറിച്ച് ഞാൻ മുന്നറിയിപ്പ് തരുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ മീനിങ് ഫുൾ വർഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ദൈവഭയം, ആ ഒരു എന്താ പറയുന്നത്, ദാറ്റ് ഷുഡ് കം ഫ്രം വിതിൻ. ആ ഹൃദയത്തിൻ്റെ ഞരക്കമായിട്ട് കർത്താവിൻ്റെ ആരാധന. ഓരോ പാട്ടുകളും ഓരോ ഞരക്കമാണ്. കർത്താവെ നീയല്ല അതൊന്നും എൻ്റെ മുമ്പിലില്ല, യു ആർ മൈ സ്റ്റാൻഡേർഡ്, നിന്നിൽ കുറഞ്ഞതൊന്നും ഞാൻ സ്വീകരിക്കില്ല. അതുകൊണ്ടാണ് ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ഒബീഡിയൻസ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ വർക്ക്സ്. ഇപ്പം നിങ്ങൾ എന്നെ അനുസരിക്കണം എന്ന് പറയുമായിരുന്നെങ്കിൽ അത് വർക്കായിരുന്നു. ചേസ് ചെയ്യുന്ന പോലെ ചെയ്യാം. ഇപ്പം എനിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾ ചെയ്യാലോ. പക്ഷേ ക്രിസ്തുവിൻ്റെ അനുസരണമായപ്പോഴേക്കും അത് മനുഷ്യരുടെ പ്രാപ്തിക്ക് അപ്പുറത്തേക്ക് വന്നു. മനുഷ്യരുടെ പ്രാപ്തിക്ക് അപ്പുറത്തേക്ക് എന്തിനാണ് ദൈവം അത് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സകലരും നുറുക്കപ്പെടാൻ വേണ്ടിയും കർത്താവെ എന്നെ രക്ഷിക്കണേ നിലവിളിക്കാൻ വേണ്ടിയും ആ ഹൃദയ നുറുക്കം ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഹൃദയ നുറുക്കം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ റൈച്ചസ്നെസ് എവിടെ ഫോക്കസ്ഡ് ആയിരിക്കണം? ക്രിസ്തുവിൻ്റെ ഒബീഡിയൻസിൽ കുറഞ്ഞ എവിടെ സെറ്റിലായാലും നിങ്ങൾക്ക് കഠിന ഹൃദയം ഉണ്ടാവും, കൗണ്ടർ ഫോഴ്സ് ഉണ്ടാവും. നീതിമാനാകാൻ പറ്റിയല്ല. കാരണം നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു നീതിയിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അതാണ് എൻ്റെ അപകടം. സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഗമ നിസ്സാരമായിരിക്കത്തില്ല. അത് ദൈവത്തോട് പോലും വില പേശുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളെ നിർത്താൻ പറ്റാത്ത അവസ്ഥ വരും. അത്ര ഗമയായിരിക്കും. നിന്നെപ്പോലും ഒന്നും അല്ലടാ ഞാൻ എന്നുള്ളൊരു ഫരിസായിക് ഫീലിംഗ് നമ്മുടെ ഉള്ളിലേക്ക് വരും. പക്ഷെ അതേസമയത്ത് ആ ഒരു നിമിഷം കർത്താവെ നിന്നെ നോക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാവും അവൻ്റെ മുമ്പിൽ ഒന്നുമില്ല. അവിടെ ആ നുറുക്കപ്പെടുകയുള്ളൂ. വി ക്യാൻ ബി ബ്രോക്കൺ ഓൺലി ബൈ എക്സ്പോസിങ് അവർ സെൽസ് ടു ക്രൈസ്റ്റ്. നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ്റെ വെളിച്ചം അടിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഫ്രീ ആകുന്നത്. അതുവരെ ഒരു മൂടുപടം ആ ഹൃദയത്തിൽ കിടക്കും. ഓക്കെ, അപ്പോൾ സഭയുടെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. സഭ എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടു. അപ്പോൾ സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നമ്മൾ കാതലായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ 3 ദിവസം കണ്ടത്. ഒന്ന്, കറക്റ്റ് ഫെയ്ത്ത്. നമ്മൾ ദിവസങ്ങളിൽ അത് കണ്ടു അല്ലേ? കറക്റ്റ് ഫെയ്ത്ത്. ഒന്ന്, കറക്റ്റ് വ്യൂ അബൌട്ട് സിൻ. പാപത്തെക്കുറിച്ചുള്ള ശരിയായ വ്യൂ. പാപത്തെക്കുറിച്ചുള്ള ശരിയായ വ്യൂ. എന്താ ശരിയായ വ്യൂ? അത് ഒരു പ്രവൃത്തിയല്ല, ചിന്തകളല്ല, അതിനപ്പുറത്തുനിന്ന് വരുന്ന ഒരു പ്രകൃതമാണ് നമ്മളെ പാപികളാക്കുന്നത്. ചിന്തകളായിരുന്നെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ചിന്തകളിലൂടെ രക്ഷപ്പെടാമായിരുന്നു. പ്രവൃത്തികളായിരുന്നെങ്കിൽ അടങ്ങി എവിടെയും ഇരുന്നോ കട്ടിലേക്ക് കിടന്ന് ഉറങ്ങിയോ രക്ഷപ്പെടായിരുന്നു. പക്ഷെ അത് രണ്ടുമല്ല. അത് നമ്മുടെ പ്രകൃതം തന്നെ ആയതുകൊണ്ട് സ്വയം രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇതാണ് നമ്മൾ ആദ്യം കണ്ടത്. രണ്ടാമത് നമ്മൾ കണ്ടത് നമുക്കൊരു പകരക്കാരനുണ്ട്. ആ പകരക്കാരനോട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. ദർ ഇസ് സൊല്യൂഷൻ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഇൻ ഹിസ് പെർഫെക്റ്റ് ഒബീഡിയൻസ്. അവൻ്റെ വിശുദ്ധീകരണത്തിലും അവൻ്റെ ഒബീഡിയൻസിലും നമുക്കൊരു സൊല്യൂഷനുണ്ട്. വി ക്യാൻ ബി സേവ്ഡ് ഒൺലി എക്സ്ട്രാ നോസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് രക്ഷ വരത്തില്ല. രക്ഷകൻ നമ്മളെ ആ പാപത്തിൻ്റെ പ്രകൃതത്തിൽ നിന്ന് വീണ്ടെടുക്കണം. ദർ ഷുഡ് ബി റിഡംഷൻ. അല്ലാതെ നമുക്കിതിനെ ജയിക്കാൻ കഴിയത്തില്ല. അതാണ് നമ്മൾ രണ്ടാമത് കണ്ടത്. മൂന്നാമത് നമ്മൾ കണ്ടത് എന്താണ് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം എന്നുള്ളതാണ്. ക്രിസ്തുവിനെ എനിക്ക് പകരക്കാരനായി എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്.
അതിന് 2 കമ്പണൻസ് ഉണ്ട്. ഒന്ന്, നിത്യതയിലേക്കുള്ള ഒരു ഞരക്കമാണ്. കർത്താവെ, എൻ്റെ ശരീരം രൂപാന്തരപ്പെട്ട് നിന്നെപ്പോലെ ആകുന്ന ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. പഴയകാലത്തെ പാട്ടുകളെല്ലാം അങ്ങനെയായിരുന്നു. ഈ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, രാജാതിരാജൻ മഹിമയോടെ സ്വർഗ്ഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും, ആ പാട്ടുകളൊക്കെയാണ് ഈ അവസാനത്തെ പ്രത്യാശ ഹിറ്റ് പാട്ടുകൾ. അത് കാരണം 90s ഇറങ്ങിയത്, ആദ്യ 80s അവസാനം 90s. പിന്നീട് ഈ പ്രത്യാശയെക്കുറിച്ചുള്ളൊരു പാട്ടൊരു ഹിറ്റ് ഗാനം ഉണ്ടായിട്ടില്ല. ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പ്രത്യാശയെക്കുറിച്ച്. പിന്നെ പാടുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ആഹാരം കുറയലെന്നും ഞാൻ ഉണ്ടാക്കിയ ആഹാരം ഞാൻ ആർക്കും കൊടുക്കാതെ തന്നെ തിന്നും എന്നൊക്കെയുള്ള പാട്ടുകളാണ് നമുക്കൊരു ത്രില്ലുണ്ടാക്കി വിടുന്നത്. അതല്ലാതെ കർത്താവ് വരുമ്പം പോകുന്നെന്നും പറഞ്ഞാൽ ആർക്കും ഒരു തോന്നൽ പോലും, ഒരു ഫീലിംഗ് പോലും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അപ്പം ശരിക്കും പ്രത്യാശയുടെ ആ ഒരു ഓട്ടം, ഇന്ന് സഭകളിൽ ചെന്നാലും കർത്താവിൻ്റെ അടുത്ത് പോകേണ്ടതെന്ന് ആരും ചോദിക്കാറില്ല. നിങ്ങൾ രാവിലെ 2 സഹോദരങ്ങൾ തമ്മിൽ വിളിച്ചാൽ എന്തായിരിക്കും സംസാരിക്കുന്നത്? പ്രത്യാശയെക്കുറിച്ചല്ല അന്വേഷിക്കുന്നത്. എന്താ ആഹാരം, ജാതികളെ പോലെ എന്ത് തിന്നും എന്ത് കുടിക്കും. നമ്മുടെ പ്രത്യാശയുടെ ഓട്ടം തന്നെ അവസാനിപ്പിച്ച അവസ്ഥയിലാണ്. പഴയ പാട്ടുകളുടെ ഏത് പാട്ടെടുത്താലും അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസയിൽ ഞാൻ പറന്നു പോകും കർത്താവിനെ, അങ്ങനെ എല്ലാ പാട്ടും അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഏത് വിഷയത്തെക്കുറിച്ച് പാടിയാലും ലാസ്റ്റ് സ്റ്റാൻസ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോകും എന്നുള്ളൊരു പ്രത്യാശയിൽ അവസാനിക്കുന്നത്. ഇന്ന് അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും എഴുതാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത് കറക്റ്റ് വ്യൂ അബൌട്ട് സിൻ, കറക്റ്റ് വ്യൂ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ഹിസ് പെർഫെക്ഷൻ. യേശുക്രിസ്തുവിൻ്റെ പെർഫെക്ഷനെ കുറിച്ചുള്ള കറക്റ്റ് വ്യൂ. അതിനകത്ത് യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നോ പാപം ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നുള്ളൊരു വലിയ കോൺഫ്ലിക്റ്റ് ക്രിസ്ത്യാനിറ്റിയിൽ പണ്ട് തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാപം ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നൊരു വലിയ ഹെറസിയാണ്. നമ്മൾ വിചാരിക്കുന്നത് പാപം ചെയ്യാൻ പറ്റുമായിരുന്നു എന്നിട്ടും പിടിച്ച് നിന്ന് പാപം ചെയ്തില്ല, അതിനകത്ത് ആ കർത്താവിൻ്റെ മഹത്വം എന്നാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല. ഈ പുതിയ ബൈബിൾ, NIV ബൈബിൾ നിങ്ങൾ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വന്ന ചില മിസ്റ്റേക്കുകളാണ്, ചില ട്രാൻസ്ലേഷൻ മിസ്റ്റേക്സാണ് ഈ കുഴപ്പങ്ങളുണ്ടാക്കിയത്. ശരിക്കും ഹീബ്രൂസ് ചാപ്റ്റർ 4:15 പറയുന്നത് യേശുക്രിസ്തു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. പാപമൊഴികെ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാവമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യം പരീക്ഷിക്കപ്പെടുന്നതിന് നമുക്കുള്ളത്. അതിന് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ്റെ ട്രാൻസ്ലേഷനാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? കിങ് ജെയിംസ് അല്ലേ? അത് നോക്കിക്കേ. ബട്ട് വാസ് ഇൻ ഓൾ പോയിന്റ്സ് ടെംപ്റ്റഡ് ലൈക്ക് ആസ് വി ആർ യെറ്റ് വിതൗട്ട് സിൻ. ടെംപ്റ്റഡ് യെറ്റ് വിതൗട്ട് സിൻ. ഇത് തന്നെയാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഹി വാസ് ടെംപ്റ്റഡ് യെറ്റ് വിതൗട്ട് സിൻ. എൻ്റെ കയ്യിരിക്കുന്ന ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനാണ്, ഞാനിത് ഉപയോഗിക്കുന്നത്. ലേറ്റസ്റ്റ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ ഇതാണ് ഇപ്പം ബൈബിൾ സൊസൈറ്റിക്കാരൊക്കെ വിൽക്കുന്നത്. ഇതാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ട്രസ്റ്റ് വർത്തി ട്രാൻസ്ലേഷൻ. ഇതിനകത്ത് ഇങ്ങനെ തന്നെയാണ്, യെറ്റ് വിതൗട്ട് സിൻ. ദീസ് ആർ ലിറ്ററൽ ട്രാൻസ്ലേഷൻസ്. അത് തന്നെയാണ് മലയാളത്തിലും. പക്ഷേ NIV എഴുതിയിരിക്കുന്നത് ഹി വാസ് ടെംപ്റ്റഡ് ഇൻ ലൈക്ക് ആസ് വി ആർ യെറ്റ് ഹി ഡിഡ് നോട്ട് സിൻ. അവൻ പാപചിന്തകളൊക്കെ ഉണ്ടായി, പക്ഷെ അവൻ പാപം ചെയ്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഹി സ്ട്രഗിൾഡ് ഇൻവേർഡ്ലി. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത്, ആ പാപം ചെയ്യില്ലായിരുന്നെങ്കിൽ പിന്നെ ആ പരീക്ഷണം നമുക്ക് എങ്ങനെ എക്സാമ്പിൾ ആകുന്നതെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അത് യേശുവിനെ നമ്മുടെ എക്സാമ്പിൾ ആക്കാനുള്ള വെപ്രാളം നമുക്ക് ആവശ്യമില്ല. ഹീസ് നോട്ട് ജസ്റ്റ് അവർ എക്സാമ്പിൾ, ഹീസ് അവർ സേവിയർ. അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹി സേവ്ഡ് മീ. പാപത്തിൽ നിന്ന് എന്നെ ഞാൻ രക്ഷപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് എന്നെ ഓടിക്കാണിക്കോ അല്ല കർത്താവ് ചെയ്തത്, എന്നെ എടുത്തോണ്ട് ഓടുകയാണ് ചെയ്തത്. മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഡിഫറൻസ്? നമ്മൾ വിചാരിക്കുന്നത് യേശു കാണിച്ചു തരുമായിരുന്നു എങ്ങനെ അല്ല, ഒരിക്കലും അല്ല. അവൻ്റെ ഹംബിൾനെസ് നമുക്ക് മാതൃകയാണ്, അവൻ്റെ സ്നേഹം നമുക്ക് മാതൃകയാണ്, അവൻ്റെ നീതി നമുക്ക് മാതൃകയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ പാപത്തെ എങ്ങനെ ജയിക്കാമെന്ന് അവൻ കാണിച്ചു തരുമായിരുന്നില്ല. അവൻ പാപത്തിൽ നമ്മളെ ശരിക്കും വിടുവിക്കുകയായിരുന്നു. വിടുവിക്കുവാൻ പാപത്താൽ തൊടാൻ പറ്റാത്ത ഒരാൾക്ക് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അവൻ്റെ ഉള്ളിൽ പാപം ഉണ്ടായിരുന്നെങ്കിൽ അവൻ എനിക്ക് പകരമായൊരു യാഗമായി അർപ്പിക്കപ്പെടാനും കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ളൊരു സാങ്ക്ടിഫിക്കേഷനിലേക്കാണ് ഈ ദുരുപദേശം നമ്മളെ എത്തിച്ചത്. അതായത് പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കരയുക, നിലവിളിക്കുക എന്ന ഉപദേശം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളത് പറഞ്ഞായിരുന്നു, ദുരുപദേശങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ. ഇത് യേശുക്രിസ്തു ഒരു പാപവും ചെയ്യാതെ, പാപത്താൽ പരീക്ഷിക്കപ്പെടാതെ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത്? നമ്മളെങ്ങനെ പാപത്തിൽ നിന്ന് പരീക്ഷിക്കപ്പെടും? നമ്മളൊരു എക്സാമ്പിൾ ഇങ്ങനെ, നമ്മളെല്ലാം ദരിദ്രന്മാരും ഒരു നയാ പൈസ കയ്യിലില്ലാത്തവരാന്ന് കുറച്ച് നേരത്തേക്ക് സങ്കല്പിച്ച് നോക്കി. ഇനി വൈകിട്ട് ആഹാരം കഴിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാം. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. ആഹാരം കഴിക്കേണ്ട എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു മനുഷ്യൻ വന്ന്, ഇവിടെ ഒരു 50 പേര് ഇപ്പോൾ ഇരിപ്പുണ്ടെങ്കിൽ അതിലൊരു 30 പേര് ഇരിപ്പുണ്ടെങ്കിൽ 20,000 രൂപയുടെ, എനിക്ക് അവിടുത്തെ കാര്യം അറിയത്തില്ല, ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട് ഏതാ? 1000 നോട്ടുണ്ടോ ഇവിടെ? ഓക്കെ, അപ്പോൾ 1000 മതി, അത് മതി. 1000-ൻ്റെ ഒരു 30 കെട്ട് നോട്ടുകൾ ഇവിടെ ഇട്ടിട്ട് പുള്ളി പോയി എന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ പൈസ ഇല്ലാത്തതിനകത്ത് പാപമില്ല, അയാൾ ഇവിടെ 1000-ൻ്റെ കെട്ടിട്ടിട്ട് പോയതിലും പാപമില്ല. പാപം എവിടെ നിന്ന് വരണം?
നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം, അല്ലേ? ഇപ്പം കർത്താവിൻ്റെ കാര്യം വന്നപ്പോഴേക്കും അവൻ കുറച്ചുകൂടെ പട്ടിണിയായിരുന്നു, കുറച്ചുകൂടെ ദാരിദ്ര്യം, ഒന്നുമില്ലായിരുന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 40 ദിവസമായിരുന്നു. പുറമെ വേണമെങ്കിൽ എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷേ അവൻ്റെ ഉള്ളിൽ പാപം വന്നില്ല. ദെയർ വാസ് നോ സിൻ ദെയർ. അവിടെ കല്ല് കിടന്ന പാപമാണോ? ആണോ? അല്ല. വിശന്നത് പാപമാണോ? ഇനി പാപം എവിടെ? പാപം അവിടെ എങ്ങും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പാപം ഇനി എവിടെ നിന്ന് വരണം? അകത്തുനിന്ന് വരണം. അത് വരികയില്ല. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തു? പുറത്തുനിന്ന് വന്നു. നമ്മുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഈ പിശാച് പുറത്തുനിന്ന് വരാം? ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിശാചിനെ? എന്താ വരാത്തത്? എല്ലാ അകത്ത് തന്നെയുള്ള സ്ഥിതിക്ക് അവൻ വരേണ്ട കാര്യമില്ല. നമ്മുടെ അകത്തുള്ള പ്രലോഭനങ്ങൾ നിഷ്പ്രയാസം. 2000 രൂപ നമ്മുടെ പോക്കറ്റ് ഇരിക്കുന്ന കണ്ടാൽ പ്രലോഭനം തോന്നും, പിന്നെയാണ് വെറുതെ ഇട്ടിട്ട് പോയാൽ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് വരേണ്ട കാര്യമില്ല. കർത്താവ് അങ്ങനെയല്ലായിരുന്നു. ഹി വാസ് പ്യൂർ ആൻഡ് അൺടച്ച്ഡ് ബൈ ഈവിൽ. ഹി വാസ് പെർഫെക്റ്റ്ലി സിൻലെസ്. ഹി കുഡ് നോട്ട് ഹാവ് സിൻഡ്. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ അവൻ നമുക്ക് പകരം ഒരു യാഗമായി മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇഫ് ദർ വാസ് കണ്ടംപ്ലേഷൻ ഓഫ് സിൻ ഇൻ ഹിസ് ഹാർട്ട്, അതായത് അവൻ്റെ ഹൃദയത്തിൽ പാപം ചെയ്താലോ എന്നൊരു ആലോചന വന്നുവെങ്കിൽ ദർ ഇസ് കറപ്ഷൻ ഇൻ ഹിം എന്നതിനർത്ഥം. അങ്ങനെ കറപ്ഷൻ ആയിരുന്നെങ്കിൽ അവൻ മരിക്കുമ്പോൾ അവൻ്റെ പാപത്തിന് മാത്രമേ അത് പരിഹാരം ആകുമായിരുന്നുള്ളൂ. ഹി കുഡ് നോട്ട് ഹാവ് ബീൻ മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. അവൻ എൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആകാൻ കാരണം ഹി വാസ് പ്യുവർ ആൻഡ് ബ്ലെയിംലെസ് ആൻഡ് വിത്തൗട്ട് സിൻ. ആ വിത്തൗട്ട് സിൻ എന്നുള്ളത് നമ്മൾ എംഫസൈസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കറക്റ്റ് ഡോക്ട്രിൻ എന്ന് പറയുന്നത്, ഉപദേശം എന്ന് വളരെ പ്രധാനമാണ്. ബൈബിൾ ലിറ്ററൽ വേർഡ് ബൈ വേർഡ് നമ്മൾ അതുപോലെ മനസ്സിലാക്കണം. ഫിലോസഫിയാൽ വഞ്ചിക്കപ്പെടരുതെന്ന്, മാനുഷികമായ തത്വജ്ഞാനത്താൽ നമ്മൾ വഞ്ചിക്കപ്പെടാതെ ബൈബിളിലെ ആ ഉപദേശം, പത്യോപദേശം അതേപോലെ അനുഗമിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ നീതിയുടെ ആ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുമ്പം, വാട്ട്സ് മൈ റൈച്ചസ്നെസ്. ഇപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങളുണ്ട് ഒരേ സമയത്ത് നടക്കുന്നത്. ക്രിസ്തുവിനെ പോലെ അല്ല ഞാൻ എന്നുള്ളത് എനിക്കറിയാം. അതെനിക്ക് ഡീപ്പ് അവയർനെസ്. എനിക്കറിയാം ഞാൻ എന്ത് ചെയ്താലും അത് കർത്താവിന് മുമ്പ് ഇപ്പോൾ ഞാൻ പ്രസംഗിച്ചു കേട്ടോ എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം. അത് ഏത് ഗുഡുസിൽ പോയി സംസാരിക്കും. ഞാനിപ്പം ഒരാൾ വിളിച്ചാൽ എവിടെയാണെന്നൊന്നും ചോദിക്കാറില്ല, എത്ര പേരും ചോദിക്കാറില്ല, ഡേറ്റ് ഉണ്ടോയെന്ന് മാത്രമേ നോക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ആലോചിക്കാറില്ല ഇത് എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ എവിടെ ചെന്നാലും ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു, പൈസ മേടിക്കാതെ പോയി എന്നൊന്നും പറയാനൊന്നും, അങ്ങനൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ക്രിസ്തുവിനെ പോലെ അല്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ഐ കനോട്ട് ക്ലെയിം എനി റൈച്ചസ്നെസ് ബിഫോർ ക്രൈസ്റ്റ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പം ഞാൻ ഈ പ്രസംഗിക്കുന്നതിനൊന്നും എനിക്കൊരു ഗുണവും റിയലി ഇല്ല. മനസ്സിലായോ? വിശ്വസിച്ചോ? ഞാനീ ചെയ്യുന്നതുകൊണ്ടൊന്നും എനിക്കൊരു ഗുണവും ഇല്ല. പിന്നെ എന്തുകൊണ്ട് മാത്രം ഗുണമുള്ളതെന്നറിയോ? ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഇങ്ങനെ വിശ്വസിക്കും, കർത്താവെ, എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം. അതല്ലാതെ എന്നെ ഉയർത്താൻ നീ ഇടവരുത്തല്ല. ഞാൻ മരിച്ചു, നീ ജീവിക്കണം എന്ന് ഞാൻ ഉള്ളം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഫെയ്ത്താണ്. അതിന് മാത്രമേ കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുള്ളൂ. അവൻ്റെ പുത്രൻ എനിക്ക് പകരമാകുന്നിടത്ത് മാത്രമേ ഞാൻ നീതീകരിക്കപ്പെടുന്നുള്ളൂ. ദാറ്റ്സ് നോട്ട് ബൈ മൈ വർക്ക്സ് ബട്ട് ബൈ മൈ ഫെയ്ത്ത്. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. ഈ ബ്രോക്കൺനെസ് എങ്ങനെ ഉണ്ടാകുന്നത്? ഹെൽപ്ലെസ്നെസ്സിനകത്തുണ്ടാകുന്നത്. എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല, ഞാൻ തോറ്റൂന്ന് മാത്രമല്ല എനിക്ക് ജയിക്കാനും പറ്റില്ല എന്ന് ബോധ്യമാകുമ്പോഴാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായത് 2 വർഷം മുമ്പ്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു, ഞങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്ന 3 പിള്ളേരുണ്ടെന്നും അതിലൊരാൾ HIV പോസിറ്റീവ് ആണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ HIV പോസിറ്റീവായിട്ടുള്ള കുട്ടി ഇപ്പം ബാംഗ്ലൂരിലൊരു കെയർ സെൻ്ററിലാണ്. അക്സെപ്റ്റ് ഫൗണ്ടേഷൻസ് എന്ന് പറയും, അവിടെയാണ്. ഇപ്പോൾ 2 വർഷം മുമ്പ് ഞങ്ങൾ ഇവനെ കാണാൻ വേണ്ടി കുടുംബമായിട്ട് പോയി. ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയോളം അവൻ്റെ അടുത്ത് ഇരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ച് ടോയ്സ് അതെല്ലാം കൊടുത്തു. യാത്ര പറഞ്ഞ് ഇറങ്ങി ഞാൻ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ ഇവനോട് ഒരു ബൈ പറഞ്ഞിട്ട് പോരാ. ഞാനവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്ത് പോയി അവനിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, പപ്പ അടുത്ത മാസം വരാം കേട്ടോ എന്ന് പറഞ്ഞു. ഇവൻ എന്നെ വട്ടം കെട്ടിപ്പിടിച്ചൊരൊറ്റ കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ നിർത്താതെ ഞാൻ കരഞ്ഞു. ഇപ്പം എൻ്റെ ഷർട്ടെല്ലാം നനഞ്ഞ് കുളിക്കുന്ന പോലെ കണ്ണുനീര് അങ്ങ് ഒഴുകുവാൻ. അപ്പം ഞാൻ വിചാരിച്ചു അവൻ കരഞ്ഞ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു. കരഞ്ഞെല്ലാം തീർന്നു. പിന്നെ അവൻ ചിരിച്ചു, ബൈ പറഞ്ഞു, ഞാനും ബൈ പറഞ്ഞു. വണ്ടിയിൽ കയറി പോരുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്ക് അവനെ എൻ്റെ മകനെ പോലെ എൻ്റെ വീട്ടിൽ വളർത്താൻ കഴിയാത്തത്? കാരണം അവൻ ഞങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, അവന് വേറെ ആരും ഇല്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, അത് നിൻ്റെ മകനല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര പെയിൻ തോന്നി. ഞാൻ അവനെ സ്വന്തം മകനെ പോലെ നോക്കുന്നില്ല എന്നല്ലേ അതിനർത്ഥം? കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലേ? അല്ലേ? എൻ്റെ മകനായിരുന്നെങ്കിൽ ഇങ്ങനെ അല്ലായിരുന്നു എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പം എനിക്ക് ഭയങ്കര പെയിൻ തോന്നി. കർത്താവേ, എന്താണ് ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യും? കാരണം 3 വയസ്സുള്ളപ്പോഴാണ് കൊച്ച് ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്.
അന്ന് മുതൽ ഇവനെ എടുത്തുകൊണ്ട് നടക്കും, സ്കൂളിൽ കൊണ്ടുപോകും, കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരുന്ന് മേടിച്ച് കൊടുക്കും, പപ്പ അമ്മ എന്ന് വിളിക്കും. 10 വർഷം ഞങ്ങളുടെ വീട്ടിൽ തന്നെ, ഞങ്ങളുടെ പിള്ളേരുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കൂടെ താമസിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ അവന് TB ഇൻഫെക്ഷൻസ്, അവിടെ മുഴ ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. അവന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകാൻ തുടങ്ങി. പലതരത്തിലുള്ള സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ തുടങ്ങി. എപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട ആവശ്യം വന്നു. മറ്റു പിള്ളേർക്ക് പകരുമെന്നുള്ളൊരു ഡേഞ്ചർ, അതായത് ഈ HIV അല്ല, ഈ സെക്കൻഡറി ഇൻഫെക്ഷൻസ് പകരും എന്നുള്ളൊരു, പെട്ടെന്ന് ഈ വഴിയെ പോകുന്ന അസുഖങ്ങളെല്ലാം ഇവൻ പിടിച്ചു മേടിക്കും. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കിട്ടുമെന്നുള്ളൊരു ടെൻഷൻ. പിന്നെ അത് കൂടാതെ ഞങ്ങൾ കേരളത്തിലോട്ട് പോകുന്ന സമയത്ത് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ പ്രയാസം. കാരണം അവനെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ലീഗലി ഞങ്ങൾക്ക് ഒരു കുഞ്ഞുള്ളതുകൊണ്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ ചിൽഡ്രൻസ് ഹോം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മാത്രമുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് മക്കളെന്നുള്ളത്. അപ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മകന് HIV, അപ്പനും അമ്മയ്ക്കും ഇല്ല. ഇതെങ്ങനെ വന്നു? പിന്നെ ഇതിൻ്റെ തെളിവുകൾ, പ്രൂഫുകൾ, കേരളത്തിലെ കാര്യം അറിയാമല്ലോ, ഇവനൊരു സ്കൂളിൽ പോലും വിടാൻ പറ്റിയില്ല. അതുകൊണ്ടൊക്കെ അല്ലേ കർത്താവേ ഞാൻ അവനെ കെയർ സെൻറ്ററിൽ വിട്ടത്. എങ്ങനെയുണ്ട് എൻ്റെ എക്സ്ക്യൂസ്? എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ എക്സ്ക്യൂസ് അല്ലേ? പക്ഷേ ഞാൻ എത്ര ദുഷ്ടനാന്നുള്ള കാര്യം എക്സ്ക്യൂസിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട്. കർത്താവിനോട് പറഞ്ഞു, നീ എക്സ്ക്യൂസ് പറയാൻ അന്നും ഇന്നും മിടുക്കനാ, പക്ഷേ നീ അവൻ അവിടെ നിന്ന് കരയാനുള്ള കാരണം അവൻ നിൻ്റെ മകനല്ലാത്തതുകൊണ്ടാണ്. എന്നെ ഇത് വല്ലാതെ തകർത്ത് കളഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞ് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു, ശരിയാണ്, എൻ്റെ സ്വന്തം മകനായിരുന്നെങ്കിൽ ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കെയർ സെൻറ്ററിലാക്കിയനെ. പക്ഷേ അവനെ അവിടെ വിട്ടിട്ട് ഞാൻ എറണാകുളത്തൊന്നും വീടെടുക്കില്ലായിരുന്നു. അതിനടുത്ത് തന്നെ ഒരു വീടെടുത്തേനെ താമസിക്കാൻ. എല്ലാ ദിവസവും രാവിലെ പോയി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞേനെ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉള്ളിലുണ്ടാകുന്നില്ല. അവൻ നന്നാകണമെന്നുണ്ട്, ആരോഗ്യം വരണമെന്നുണ്ട്, ലോകത്ത് എവിടെയെങ്കിലും മരുന്നുണ്ടെ കൊണ്ടേ കൊടുക്കണമെന്നുണ്ട്, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യണമെന്നുണ്ട്, എന്നെക്കൊണ്ട് കൈസഹായം മുഴുവൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ഇമോഷൻ ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ ഇതിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് ഇങ്ങോട്ട് മാറട്ടെ, എൻ്റെ ഹൃദയത്തിൽ പറയും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതിനകത്ത് നീ വീട് വെച്ചാലും നിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. യു ആർ ഡ്രൈ, യു ആർ ഡെഡ്. നീ ചെയ്തതിനും എടുത്തുകൊണ്ടിരുന്നതിനും വളർത്തിയതിനും ഒക്കെ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയെന്നറിയോ? 0. അന്നേരം എനിക്ക് മനസ്സിലാകുന്നത് മനുഷ്യൻ ഈസ് മനുഷ്യൻ ആൻഡ് ക്രൈസ്റ്റ് ഈസ് ക്രൈസ്റ്റ്. നമ്മൾ എത്ര ബഹളം വെച്ചാലും വി ഡോണ്ട് ബിക്കം ലൈക്ക് ക്രൈസ്റ്റ് അണ്ടിൽ ക്രൈസ്റ്റ് കംസ് ആൻഡ് ലീവ്സ് ഇൻ മീ. അവൻ എനിക്ക് പകരമാകാതെ എനിക്ക് രക്ഷയില്ല. ഞാനവിടെ പറയാം, കർത്താവെ, ഐ ആം അൺവർതി ആൻഡ് ഐ ആം എ സിന്നർ. എനിക്കിതിൻ്റെ മുമ്പ് നിൽക്കാൻ പോലുമുള്ള അവകാശമില്ല. ഞാൻ ഈ ലോകത്ത് എന്ത് ചെയ്താലും ഇതിനകത്തോടെ പോയിക്കൊണ്ടിരിക്കുന്ന അകപ്പെ ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഐ ഹാവ് ഫെയിൽഡ്. എനിക്കൊന്നും കർത്താവിന് മുമ്പ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അകപ്പയിലാണ് നമ്മൾ തകർക്കപ്പെടുന്നത്. അവിടെ അങ്ങനെ തകർക്കപ്പെട്ടാലേ നമ്മൾ പാപികളാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു പ്രവൃത്തികളും നമ്മുടെ നീതിയായിട്ട് ഇങ്ങനെ ആഡായിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കർത്താവിന് വേണ്ടി 10 രൂപ കൊടുത്താൽ അത് നമുക്ക് നീതിയായിട്ട് ആഡായിക്കൊണ്ടിരിക്കും. So we always should be confronted by the perfect love and righteousness of Christ. അതിൽ ഓരോ നിമിഷവും മക്കൾ ചിലപ്പോൾ വഴക്കുണ്ടായി കാണും. പക്ഷെ ഞാൻ ക്രിസ്തുവിനെ പോലെ ആണോ എൻ്റെ പ്രോബ്ലം? ആം ഐ ലൈക്ക് ക്രൈസ്റ്റ് ഓർ നോട്ട്? അതാണ് എൻ്റെ പ്രോബ്ലം. എല്ലാ പോയിന്റിലും ഇഫ് ഐ എം നോട്ട് ലൈക്ക് ക്രൈസ്റ്റ്, ഞാൻ തോറ്റു, പാപിയാണ്, 0 അതിനപ്പുറത്ത് ഒരു മാർക്കും ഒരു ആപേക്ഷിക നീതിയും ദൈവം അനുവദിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും പല സ്ഥലത്തും സെറ്റിലാവാൻ തോന്നും. കുറേ നന്മകളും നീതിയൊക്കെ ചെയ്തു. നിങ്ങളിങ്ങനെ കേട്ടിട്ടില്ലേ? പെന്തക്കോസ്തിൽ വ്യാപകമായി വ്യാപരിക്കുന്ന ഒരു ദുരുപദേശമാണിത്. കർത്താവിന് വേണ്ടി നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് അവൻ പ്രതിഫലം തരും. എന്ത് ചെയ്യാൻ പറ്റും കർത്താവിന് വേണ്ടി? നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇങ്ങോട്ട് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കർത്താവിനെ പറഞ്ഞിട്ടുണ്ട്. അവനിൽ വല്ലതും പ്രാപിക്കാമെന്ന് വിചാരിച്ച് അവന് കൊടുക്കുന്നവൻ ആർ? റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം. ആർക്കൊണ്ടടാ ധൈര്യം എനിക്ക് വല്ലതും തന്നിട്ട് തിരിച്ചു ചോദിക്കാൻ? കാരണം സകലതും അവൻ്റെ തന്നെയാണ്. CSIക്കാർ അവരുടെ സർവീസിന് മുമ്പ്, കമ്മ്യൂണിയൻ സർവീസിന് മുമ്പ് ഇടയ്ക്ക് ഈ ഓഫർട്ട് എടുക്കുമ്പോൾ പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് പറയുന്നത്, കർത്താവ്, ഞങ്ങൾ നിനക്കൊന്നും തരുന്നില്ല, നിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ച്, അത് മുഴുവൻ കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു, അതിൻ്റെ കുറച്ചൊരു ഭാഗം നിനക്ക് തരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് പാസ്റ്റർ എനിക്ക് $500 തന്നോന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ അതിനകത്ത് $50 പാസ്റ്റിന് കൊടുത്തിട്ട് പറയും, ഞാൻ $50 പാസ്റ്റിന് കൊടുത്തവനാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പം ദൈവത്തിന് അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. സോ നൺ ഓഫ് അവർ വർക്ക്സ് കൗണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പണിയും ദൈവത്തിന് മുമ്പിൽ കൗണ്ട് ആകുന്നില്ല. എത്ര സമ്മതിക്കാൻ തയ്യാറാണോ? അത് സമ്മതിച്ചേ പറ്റുള്ളൂ. അത് സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് ബ്രോക്കൺ ആകാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവനെ പോലല്ലോ ഞാൻ, അവനേക്കാൾ കൂടുതലും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. Because whatever you have done multiplied by 0,
യു ഹാവ് പ്രൊഡ്യൂസ്ഡ് ഓൺലി 0. അതുകൊണ്ടാണ് വി ഷുഡ് ഓൾവേസ് ബി കൺഫ്രണ്ടഡ് ബൈ ദ പെർഫെക്റ്റ് റൈച്ചസ്നസ്. ഇതാണ് പോയിന്റ് നമ്പർ 1. ആൻഡ് ദാറ്റ് ബ്രേക്സ് യു. അത് അപ്പോൾ സിന്നെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പാപം എന്നുള്ളത് എന്താണെന്ന് വചനത്തിലൂടെ മനസ്സിലാകുമ്പം ഹൗ സിൻഫുൾ വി ആർ എന്നുള്ളതും എന്തുമാത്രം നമുക്ക് ആ വൈദ്യനെ വേണമെന്നുള്ള റിയൽ ഇമോഷൻ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഒരു ഞരക്കം ഉണ്ടാവും, നിലവിളി ഉണ്ടാകും. കർത്താവ് എന്നെ രക്ഷിക്കണേ എന്ന് രക്ഷയ്ക്കായി നിലവിളിക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത് നമ്മൾ ഫെയ്ത്തിൻ്റെ കറക്റ്റ്നെസ്സിനെ കുറിച്ചാണ്. ഫെയ്ത്ത്, വി ഷുഡ് ഹാവ് കറക്റ്റ് ഫെയ്ത്ത്. ആ ഫെയ്ത്തിൽ ഒരു കാര്യമുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുത്തൻ കൈ പിടിച്ച് പൊക്കിയിട്ടുണ്ട്. അവൻ ഭയങ്കര ശക്തനാണെന്നും അവൻ എന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസം വേണം, അല്ലേ നമുക്ക് വേണ്ടത്? എന്നെ വിളിച്ചവൻ എന്നെ അന്ത്യം വരെയും എത്തിക്കാൻ ശക്തനാണ്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ലോക്കസ് എന്നിലോ എൻ്റെ എബിലിറ്റിയിലോ എൻ്റെ ഭക്തിയിലോ എൻ്റെ നീതിയിലോ അല്ല, എന്നെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്ന കർത്താവിൻ്റെ രക്ഷിക്കാനുള്ള കഴിവിലാണ്. മനസ്സിലാകുന്നുണ്ട്? വാട്ട് ഡു യു ട്രസ്റ്റ്? യു ട്രസ്റ്റ് ഇൻ ദ സേവിങ് എബിലിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതാണ് ട്രസ്റ്റ്. എൻ്റെ പ്രത്യാശയുടെ റീസൺ അതാണ്. എനിക്കൊരു പ്രോമിസ് തന്നിരിക്കുന്ന കർത്താവാണ്, എന്നെ വിളിച്ചേക്കുന്ന കർത്താവാണ്. അത് അന്ത്യം വരെ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിവില്ല, ബട്ട് ഹീ വിൽ ഡു ഇറ്റ് ഫോർ മീ. അതാണ് എൻ്റെ വർഷിപ്പിൻ്റെ അടിസ്ഥാനം. ഇനി ആ ഫെയ്ത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫെയ്ത്ത്, വാട്ട് ഡസ് ഇറ്റ് സേ? ഇറ്റ് സേസ് ഐ നോ ലോങ്ങർ ലിവ്. ഞാനല്ല, ഞാൻ മരിച്ചു, ഇനി പകരം ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഈ ഡെത്ത് എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള നമ്മുടെ ഏകീഭാവം പലപ്പോഴും സംഭവിക്കാതിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ക്രൂശിൽ മരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പ്രസംഗം കേൾക്കുമ്പം കർത്താവ് ഞാൻ മരിച്ചു അങ്ങനെ മരിക്കില്ല. യു നീഡ് എ ക്രോസ് ഫോർ യു ടു ഡൈ. ആ ക്രോസ് വരുമ്പോൾ മരിച്ചാൽ ആ മരണത്തിൻ്റെ പങ്കാളിത്തം നമ്മൾ അനുഭവിച്ച് ഇപ്പം നിങ്ങൾക്ക് ഒരു ക്രോസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് എത്ര ക്രോസ് ഉണ്ട് വീട്ടിൽ, നാട്ടിൽ, ജീവിതത്തിൽ? നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? അത് നിങ്ങളുടെ ക്രോസാണ്. അവിടെ നിങ്ങൾ മരിച്ചാൽ മാത്രമേ അവനോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ക്രൂശ്. അവിടെ ഒരൊറ്റ പണി നടക്കുള്ളൂ, മരിക്കുക. ക്രൂശുകൾ കണ്ടുപിടിച്ചോ? വീട്ടിൽ തന്നെ ഇരിപ്പില്ലേ കുറേ ക്രൂശുകൾ? നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ക്രൂശ് കണ്ടെത്തി ആ ആളെ കാണുമ്പോഴേ എന്ത് ചെയ്തോളുക? മരണത്തിൽ വിശ്വസിക്കുക. ആ ക്രൂശിലേ മരിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ അയാൾ പോയി കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് മരിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അയാൾ വന്നപ്പോൾ മരിക്കണമായിരുന്നു. ദാറ്റ് വാസ് ദ ക്രോസ്. മനസ്സിലായോ? ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാമോ? ട്രൈ ചെയ്താൽ മരിക്കില്ല. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇത് എപ്പോഴാണ് എവിടെ നിന്നാണ് ഈ ക്രൂശ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വന്നാലും ആ സെക്കൻഡിൽ നമ്മൾ പറയണം ഞാൻ മരിച്ചതാണ്. അതിനുവേണ്ടിയാണ് ക്രൂശ് വരുന്നത്. അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിന്നെ ജീവിക്കുന്ന ആരായിരിക്കും? ക്രിസ്തു ആയിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് റെക്കോർഡ് ചെയ്ത് വീണ്ടും ചെല്ലുന്നതുകൊണ്ട് അത് നോക്കിയിട്ട് കാര്യമില്ല, പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങളുടെ ഫെലോഷിപ്പിലൊരു സിസ്റ്ററുണ്ട്, ഡോക്ടറാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളിക്കാരി അവരുടെ ഹോസ്പിറ്റലൊരു അറ്റൻഡറുമായിട്ട് ഒത്തിരി കോൺഫ്ലിക്റ്റ് ഉണ്ടായി. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരി വളരെ മൈൽഡ് മാനേർഡ് ആൻഡ് സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരാളാണ്. വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കും. അപ്പോൾ ഒരു ദിവസം ഈ അറ്റൻഡർ വന്ന് പുള്ളിക്കായിട്ട് കുറച്ച് കാശ് ചോദിച്ചു. കാശ് കയ്യിലുള്ള മുഴുവൻ കൊടുക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഈ അറ്റൻഡറോട് പറഞ്ഞു, ഈ ഫാർമസിയിൽ നിന്ന് 2 ടാബ്ലറ്റ് മരുന്നെടുത്തുകൊണ്ട് തരാമോ? ഭയങ്കര തിരക്കാണ് കൺസൾട്ട് OP-യിൽ. എടുത്തുകൊണ്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളി ചീത്ത പറഞ്ഞു, എനിക്ക് വേറെ പണിയില്ല, ഇന്നലെ പൈസ മേടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ 2-3 പ്രാവശ്യം പ്ലീഡ് ചെയ്തു, പ്ലീസ് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ സഹായിക്കുന്നു. ഒരു രക്ഷയില്ല, ഭയങ്കര ചീത്ത പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, ചേച്ചി എനിക്കൊരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ എന്താ? എനിക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും, ഇവരെ മാത്രം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ മാറിപ്പോവാം. ഞാൻ എങ്ങനെ നന്നാവും? എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്താലും തോറ്റു പോകുള്ളൂ, ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്തെങ്കിലും സൊല്യൂഷൻ പറയാമോ? അയാളെ കാണുമ്പോൾ എന്ത് ചെയ്യണം? ചിരിച്ചാൽ മതിയോ? നിങ്ങളൊന്ന് ചിരിക്കേ, ശരിയാവും എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഇല്ല, ആ ചിരി മഹാവക്രിച്ച ചിരിയായിരിക്കും. ഞാൻ അവരോട് പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾ ആ അറ്റൻഡറെ നോക്കി ചിരിക്കരുത്. ചിരിച്ചാലുള്ള കുഴപ്പം 2 കുഴപ്പമാണ്. ഒന്ന്, ആ ചിരി ഒരു സുന്ദരമായ ചിരി ആയിരിക്കില്ല. കാരണം പൈസ മേടിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞ ആളെ നോക്കി ചിരിക്കുമ്പോൾ അതിന് അത്ര ഒരു സുഖം ഉണ്ടാവില്ല. എത്ര ശ്രമിച്ചാലും അതിനകത്തൊരു ആർട്ടിഫിഷ്യാലിറ്റി ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ അപകടം. അതിനേക്കാളും വലിയ അപകടം എന്നാണെന്നറിയോ? അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പം അവൻ എന്നോട് കാണിച്ചിട്ടും ഞാൻ നോക്കി ചിരിച്ചിട്ട് വന്ന ആളാണല്ലോ എന്നൊരു കൗണ്ടർ ഫോഴ്സും കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ഇവരെ മാനസാന്തരപ്പെടുത്തണമെങ്കിൽ ഇതിലും വലിയ കുഴി പോയി ചാടിയാലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും അവരെ നോക്കി ചിരിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എൻ്റെ അപകടം? മനസ്സിലായോ? അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നേരെ മുമ്പിലോട്ട് ചെല്ലുമ്പം അവനല്ലേ ക്രൂശ്. ഇപ്പം ആരാ ക്രൂശ്? അവിടെ അങ്ങ് മരിച്ചാൽ മതി.
അവിടെ ചെല്ലും പറഞ്ഞു, ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത്. എന്നിട്ട് നേരെ എൻ്റെ മുഖത്തോട്ട് നോക്കി, ചിരി വന്നെങ്കിൽ ചിരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ പോയി നല്ല ഒന്നാന്തരമായിട്ട് ചിരിച്ചു, സംസാരിച്ചു, വർത്താനം നല്ല സുന്ദരമായിട്ട് വർത്താനം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, ഭയങ്കര ഫ്രണ്ട്. അയാൾ മാപ്പും പറഞ്ഞു, സോറിയും പറഞ്ഞു, സന്തോഷമായി. ആരാ ചെയ്തത്? ഞാനല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങളുടെ വഴിക്ക് പറ്റിയല്ല. അവിടെ എല്ലാ ക്രൂശിൽ നിങ്ങൾ അവൻ്റെ മരണത്തോടെ എവിടെ അത് ഐക്യപ്പെടുന്നോ അവിടെ എല്ലാം നിങ്ങളിൽ കർത്താവിൻ്റെ ജീവൻ വ്യാപരിക്കും. അത് വ്യാപരിക്കുന്ന വിശ്വാസത്താല, ബൈ ഫെയ്ത്ത് ദാറ്റ് ദ ലിവിങ് സൺ ഈസ് ഇൻ മീ, അവൻ എന്നിലുണ്ടെന്നുള്ള ആ ഫെയ്ത്തിലൂടെയാണ് ഇത് വ്യാപരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഒരു തരത്തിലും ആ കൗണ്ടർ ഫോഴ്സ് ഇല്ലാത്ത ആ നീതി വരില്ല. മനുഷ്യൻ്റെ ജഡത്തിൽ നിന്ന് അത് വരത്തില്ല, ഒരിക്കലും വരില്ല. ഒരു ഗുരുവിനെ അതിൻ്റെ പുറകെ നടന്നാൽ വരില്ല. ഒരു ടീച്ചിങ്ങിൻ്റെ പുറകെ നടന്നാൽ വരില്ല. ഒരു ഇൻസ്ട്രക്ഷൻ്റെ പുറകെ നടന്നാലും വരില്ല. എൻ്റെ പുറകെ നടന്നാലും വരികയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ പുറമേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അകമയുള്ള അകപ്പയുടെ ട്രാൻസാക്ഷൻ നോക്കി ഞാൻ 0 മേടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. പിന്നെ എന്തനുകരിക്കാനാ? ദർ ഇസ് നത്തിങ് വി ക്യാൻ ഇമിറ്റേറ്റ് ഫ്രം എ ഹ്യൂമൻ ബീങ്. പിന്നെ ആകെ ഇമിറ്റേറ്റ് ചെയ്യാവുന്ന എന്നാണെന്നറിയോ? ഞാൻ എങ്ങനെയാണ് ഞാൻ ഒന്നുമില്ലാന്നും പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പുറകെ നടക്കുന്നത്, അത് വേണമെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാം. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമിറ്റേറ്റ് ചെയ്യേണ്ടി വരും പല സ്ഥലത്തും. മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഇസ് ദ ഓൺലി പോയിന്റ് വേർ വി ക്യാൻ ഇമിറ്റേറ്റ് എ പേഴ്സൺ. ദ മീൻസ്, എങ്ങനെ യേശുവിൻ്റെ പിന്നാലെ പോകാം, അല്ലാതെ എന്ത് ചെയ്തു എന്നുള്ളത് ഒരിക്കലും നമുക്ക് അനുകരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ നമ്മളെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് കറക്റ്റായി, ഫെയ്ത്ത് കറക്റ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്രൈസ്റ്റ് വിൽ ബിക്കം മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. അതാണ് ഫെയ്ത്തിൻ്റെ തെളിവ്, അതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ബിക്കംസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട്, എനിക്ക് പകരം ക്രിസ്തു. ഇതിനാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതായത് ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നത്. ഗലാത്യർ 2:20 പറയുന്നത് വായിക്കാം. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല. നിങ്ങളെല്ലാവരും എന്നെ നോക്കി, ജീവിക്കുന്നത് ഞാനല്ല. നിങ്ങൾ എന്നെ നോക്കിയിട്ട് എന്താ തോന്നുന്നേ? ജീവിക്കുന്നത് ആരാ? ചുമ്മാ പൊക്കി പറയല്ലേ. ജീവിക്കുന്ന ആരായിട്ടാണ് തോന്നുന്നത് എന്നെ കാണുമ്പം? അങ്ങനല്ലേ തോന്നുള്ളൂ. അപ്പോൾ പൗലോസ് പറയാണ്, ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര ചോദിക്കും. ആൾക്കാർ ഇത് ഇത്ര നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിട്ടിരുന്നു, നീ അല്ല പിന്നെ ആരാ ചോദിക്കില്ലേ? ന്യായമായിട്ടും. അതിൻ്റെ ഉത്തരവാണ് അടുത്ത വാക്യം. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ഇപ്പം ഞാൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കും. കാഴ്ചയാലല്ല. പിന്നെ എങ്ങനെയാ? കാഴ്ചയിൽ നോക്കി ആരാ? നമ്മളൊക്കെ തന്നെയാണ്. പക്ഷെ വിശ്വാസത്തിൽ നോക്കുമ്പോഴോ, അവനവനെ നോക്കുമ്പോൾ ഞാൻ ജീവിക്കുന്നത് എന്തിനാലാണ്? ബൈ ഫെയ്ത്ത് ഇൻ ദാറ്റ് ലോർഡ് ഹു ഡൈഡ് ഫോർ മീ ആൻഡ് ഗേവ് ഹിസ് ലൈഫ് ഫോർ മീ. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ദൈവപുത്രങ്ങളുടെ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പോൾ ഫെയ്ത്ത് കറക്റ്റ് ആണെങ്കിൽ ക്രൈസ്റ്റ് വിൽ ബിക്കം മൈ സബ്സ്റ്റിറ്റ്യൂട്ട്. ഇറ്റ് വിൽ നോട്ട് ബി ഐ എനി ലോങ്ങർ ബട്ട് ക്രൈസ്റ്റ് ഇൻ മീ. ഞാനായിരിക്കില്ല, എനിക്ക് പകരം ക്രിസ്തു ആയിരിക്കും. ഫെയ്ത്ത് കറക്റ്റ് ആണെങ്കിൽ. ഫെയ്ത്ത് കറക്റ്റ് ആണെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഈ ഫെയ്ത്തിൻ്റെ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഹോപ്പാണ്. കാരണം ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഹോപ്പിനെ സംബന്ധിക്കുന്ന, അല്ലേ? ഹോപ്പ് എന്ന് പറഞ്ഞാൽ എന്തോ? പ്രത്യാശ. ഈ പ്രത്യാശയെ സംബന്ധിക്കുന്നതാണ് ഫെയ്ത്ത്. നമുക്ക് ഈ ഫെയ്ത്ത് വാക്കിംഗ് എങ്ങനെയാണെന്ന് റോമാലേഖനത്തിൽ തന്നെ നമുക്ക് 1-2 ഭാഗങ്ങൾ വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വേഴ്സ് 1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഓക്കെ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. സമാധാനമുണ്ടോ? എന്തുകൊണ്ടാണ് സമാധാനം കിട്ടിയെന്നറിയോ? പ്രവൃത്തിയാലല്ലാത്തതുകൊണ്ടാണ് സമാധാനം കിട്ടിയത്. പ്രവൃത്തിയാലായിരുന്നെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സമാധാനം ഉണ്ടാവുമായിരുന്നു ഇവിടെ ഇരിക്കുക. ഈ വിശ്വാസത്താൽ എങ്ങനെ സമാധാനം കിട്ടുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത വാക്യം നോക്കിയേ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നമ്മുടെ കൃപ എന്താ? നമ്മൾ നിൽക്കുന്ന കൃപ എന്താ? കൃപ എന്ന് പറഞ്ഞ ഒരർത്ഥം ഇന്നലെ നമ്മൾ പറഞ്ഞു. അതല്ലാതെ വേറൊരു അർത്ഥമാണിത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, അതായത് സാധാരണഗതിയിൽ ഒരുത്തനെ നീതിമാൻ എന്ന് പറയണമെങ്കിൽ അവൻ എന്തെങ്കിലും പ്രവർത്തിച്ചവനായിരിക്കണം. എന്നാൽ ഇവിടെ നീതിമാൻ എന്ന് വിളിക്കുന്ന ആരെയാ? വിശ്വസിക്കുന്നവരെല്ലാം. അത് വലിയൊരു കൃപയാണ്, അൺമെറിറ്റഡാണ്. നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത് ടോട്ടലി അൺമെറിറ്റഡാണ്. അതായത് നമ്മൾ ചെയ്യാതെ തന്നെ നമ്മൾ എന്തോ വിളിക്കുന്നത്? വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മളെ ദൈവം നീതിമാൻ എന്ന് വിളിക്കുന്നു എന്നുള്ളത് ദാറ്റ്സ് ആൻ അൺമെറിറ്റഡ് ഫേവർ. ദൈവത്തിൻ്റെ ഒരു കാരണമില്ലാത്ത കൃപയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കൃപയാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് വിശ്വാസത്താൽ ഉള്ള നീതി വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കാം. പ്രാക്ടിക്കലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ റൈച്ചസ്നെസ്സിനെ കുറിച്ചുള്ള നമ്മുടെ പെർസ്പെക്റ്റീവ് കറക്റ്റ് ആണെങ്കിലേ ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്കൊരു കുറച്ച് വേദഭാഗങ്ങൾ റോമാലേഖനം തന്നെ വായിക്കാം. 9-ാം അധ്യായത്തിന്റെ 30 മുതൽ പെട്ടെന്ന് വായിക്കാം. 9-ാം അധ്യായത്തിന്റെ 30 മുതൽ. ആകയാൽ നാം എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടരുന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. കണ്ടോ, ഇപ്പൊ പ്രമാണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് തോന്നിയ പോലെ നടന്നവന്മാരൊക്കെ അവസാനം രക്ഷപ്പെട്ടു. ഈ പ്രമാണം ചുമന്നുകൊണ്ട് നടന്നവരവിടെ എത്തിയില്ല. മിക്കവാറും പെന്തക്കോസ്തവർക്ക് വരാൻ പോകുന്ന ഈ രണ്ടാമത്തേതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു യഹൂദനും ഈ പാസ്റ്റർ ഇവിടുത്തെ ഒരു യവനനുമാണെന്ന് വിചാരിച്ചോ, കുറച്ച് നേരത്തേക്ക് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് നീതി ഇങ്ങനെ പ്രവൃത്തിയാൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശബത്ത് കൃത്യമായിട്ട് ആചരിക്കുന്നു, അതുപോലെ മതപരമായ കാര്യങ്ങൾ സാക്രിഫൈസ് എല്ലാം നടത്തുന്നു, പിന്നെ മീശ പഠിക്കുന്നു, പിന്നെ വെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്ത് ഒരുവിധം ഞാൻ ദൈവത്തിൻ്റെ അടുത്തടുത്ത് എത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് എന്നോട് ചോദിക്കരുത്, അതങ്ങനെയൊക്കെയാണ്. ഞാൻ കുറേ വെയിറ്റ് ഉണ്ടാക്കി. മനസ്സിലായല്ലോ? അപ്പോൾ ഈ യവനൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ നോക്കിയിരിക്കും, ഒന്നും ഒരു പണി. അപ്പോൾ എനിക്കൊരു പുച്ഛം തോന്നുന്നുണ്ട്. എന്താ പുച്ഛം തോന്നാൻ കാരണം? ഞാൻ 5 കിലോ വെയിറ്റ് പൊക്കി, 10 കിലോ വെയിറ്റ് പൊക്കി, 20 കിലോ വെയിറ്റ്. എന്തിനു വേണ്ടിയാ? നീതിമാനാകാൻ വേണ്ടിയാ. നീതി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കുറേ എടുത്തു പൊക്കിയിട്ടും ഈ പുള്ളി ഒന്നും ചെയ്യുന്നില്ല. അവസാനം കർത്താവ് വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ 50 കിലോ ഉണ്ടെന്ന് പരിപാടി നടക്കില്ല, ഇത് 500 കിലോ എന്നുള്ള കാര്യം. പക്ഷെ ഞാൻ ഈ എടുത്ത് ശീലിച്ചവനായതുകൊണ്ട് എന്നെക്കാളും നീതിമാൻ ആരുടാന്നുള്ളൊരു കൗണ്ടർ ഫോഴ്സ് എനിക്കുണ്ടായത്. അതുകൊണ്ട് ഈ 500 കിലോ ഞാനും കൈകൊണ്ടെടുത്ത് പൊങ്ങാനാണ് നോക്കുന്നത്. എന്നാൽ 1 കിലോ എടുത്തിട്ടില്ലാത്ത ആളോ കർത്താവുണ്ട്, എൻ്റെ കർത്താവേ എന്നൊരു നിലവിളി, അയാൾ രക്ഷപ്പെട്ടു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. മനസ്സിലായോ? പ്രവൃത്തിയാൽ അന്വേഷിച്ചവരെല്ലാം തട്ടി ഇടറാൻ തക്കവണ്ണം ഒരു പാറ കൊണ്ടുവന്ന് കർത്താവ് വെച്ചു അവിടെ. അങ്ങനെയല്ലേ എഴുതിയേക്ക്? നോക്കി അടുത്ത വാക്യം. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തിയാൽ അന്വേഷിച്ചവരെല്ലാം ഇടറിപ്പോകാൻ വേണ്ടി ഇടച്ചക്കല്ലിന്മേൽ തട്ടി ഇടറാൻ ഭാഗത്തിന് വലിയൊരു കല്ല് കൊണ്ടുവച്ചു. മനസ്സിലായോ? അപ്പോൾ അതെല്ലാം അതുവരെ ഇങ്ങനെ നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി. ഈ പിള്ളേരിങ്ങനെ കല്ലിങ്ങനെ തട്ടി തെറിപ്പിച്ചുകൊണ്ട് പോയിരുന്നു. കുഞ്ഞു കല്ലായിരുന്നു, തട്ടി തെറിപ്പിച്ചുകൊണ്ട് പോയി. വേറൊരു കുഞ്ഞു കല്ലിരിക്കുന്നുണ്ട്, ഒറ്റ ചോട്ട് കൊടുത്തു. അത് താഴോട്ടുണ്ടായിരുന്നു, വലിയ പാറയുടെ അറ്റമായിരുന്നു. അതാണ് ഇടർച്ചക്കല്ലെന്ന് പറയുന്നത്. അതിലിടറി വീണു. മനസ്സിലായോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ പ്രവൃത്തിയാൽ അന്വേഷിക്കാൻ നോക്കിയവന്മാരെല്ലാം കൂട്ടമായിട്ട് വീണു. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഓറഞ്ച് കഴിക്കുന്ന പോലെ മാങ്ങ കഴിക്കാൻ നോക്കിയതാ, പക്ഷെ അതിനിടയ്ക്ക് ഒരു കുരു ഉണ്ടായിരുന്നു, തൊണ്ടയിൽ പോയി എന്ന് പറയുന്ന അവസ്ഥ. അതാണ് ഈ പ്രവൃത്തിയാൽ അന്വേഷിച്ചവർക്ക് പറ്റിയത്. അടുത്ത വാക്യം. അത് ചുമ്മാ ഒരു ഇടർച്ചക്കല്ല അവിടെ വന്നല്ല. അടുത്ത വാക്യം നോക്കി. ഇതാ ഞാൻ സിയോനിൽ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു. അപ്പൊ ഈ തടങ്ങൽപ്പാറ കർത്താവ് കൊണ്ട് വെച്ചിട്ട് പറയാം, ഒന്നുകിൽ ഇത് തട്ടി വീഴാം, അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാം. കർത്താവിനെ കുറിച്ച് പറയുന്നത്. കർത്താവ് എല്ലാവർക്കും ഇടർച്ചയായിരുന്നു അല്ലേ? ഒന്നുകിൽ അവനിൽ വിശ്വസിച്ച് രക്ഷപ്പെടാം, അല്ലെങ്കിൽ അവനിൽ തട്ടി വീഴാം. അപ്പോൾ പ്രവൃത്തിയാൽ അന്വേഷിച്ചവരെല്ലാം യേശുവിനെ പോലെ ആകും നോക്കി തട്ടി തലയും കുത്തി മറിഞ്ഞു വീണു. പ്രയോജനം ഇല്ലാതായിപ്പോയി, അവർക്ക് നീതി കിട്ടിയില്ല. എന്നാൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോവുകയില്ല. കണ്ടോ, എത്ര വ്യക്തമായിട്ടല്ല ഇത് എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ടും നമ്മളെ കർത്താവിനെ ഇങ്ങനെ വരച്ച് കിട്ടിയിട്ട് നമ്മൾ പിന്നെ ശുദ്ധം ചെയ്ത് മയക്കിയവരായിട്ട് വീണ്ടും ഈ ലോകത്തിൻ്റെ നീതി അന്വേഷിച്ച്. മനുഷ്യൻ്റെ സ്വഭാവം അത്. ക്രിസ്തുവിൻ്റെ നീതി അതാണ്. അത് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ വിശ്വാസത്തെ മാത്രം അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പ്രവൃത്തിയെ നോക്കി ഇടറിപ്പോവും. താവട്ടെ വയ്ക്കും. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ. വീണ് കിടക്കുന്ന ആൾക്കാരെ, ഈ ഇടർച്ചക്കല്ലിൽ തട്ടി വീണ് കിടക്കുന്ന ആൾക്കാർ രക്ഷിക്കപ്പെടണമെന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള യാചന. അടുത്ത വാക്യം. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറഞ്ഞു. ഈ പരിജ്ഞാനം എവിടെ ഇല്ലയോ അവിടെ എല്ലാം ഭയങ്കര എരിവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിലൊക്കെ പരിജ്ഞാനമില്ലാത്ത ചില ഉപദേശങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ഈ ചില സഭകളിൽ ആശുപത്രി പോയ പിന്നെ കർത്തമശ കൊടുക്കില്ല. അപ്പോൾ അവർ പറയുന്നത്, ബ്രദറെ, ഞങ്ങൾ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു, അസുഖം വന്നാലും ആശുപത്രി പോകരുത്, ദൈവം സൗഖ്യം തരുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, പക്ഷെ ബൈബിളിലില്ല. കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിന് ഭയങ്കര എരിവാ. ഞാനൊരാളായിട്ട് ഒരു 5-6 മാസം മുമ്പ് ഭയങ്കര വഴക്കുണ്ടാക്കി ഈ ഒരു കാര്യത്തിന്. എന്തിനാണെന്നറിയോ? മകൾക്ക് സുഖമില്ലാതെ ബോധം കിട്ടി വീഴുക, ഫിറ്റ്സ് ഉണ്ടായി, ആളെ ആശുപത്രി കൊണ്ടുപോകില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ, നിങ്ങൾക്ക് വിശ്വാസമായി, മകൾക്ക് വിശ്വാസമാകാറായില്ല. അവൾ വലുതാകുമ്പോൾ തീരുമാനിച്ചോട്ടെ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടോ എന്ന്.
അതുവരെ നിങ്ങൾ നിങ്ങളുടെ തിയറി എല്ലാം ആ കൊച്ചിൻ്റെ മേളിൽ അടിച്ചേൽപ്പിക്കില്ലെന്ന് പറഞ്ഞ് ഒത്തിരി വഴക്കുണ്ടാക്കി. അവസാനം അയാൾ കൊണ്ടുപോയൊന്നുമില്ല. ഇപ്പോഴും എവിടെയൊക്കെയോ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കുന്ന പല സ്ഥലത്ത് കൊണ്ടുപോകുക. അപ്പം ഞാൻ പറഞ്ഞാൽ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് ഭയങ്കര എരിവ് അതിനോട്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്വത്തെല്ലാം വിറ്റും ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കുക. അത് ഒരു എരിവുമില്ല, ആർക്കും ഒരു എരിവുമില്ല. ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും എരിഞ്ഞതായിട്ട് കാണുന്നുണ്ടോ? ആർക്കും എരിയുന്നില്ല. നമ്മൾ കർത്താവ് പറയാത്തൊരു നീതി എവിടെ നിന്ന് പൊക്കിക്കൊണ്ടു വന്നാലും ഭയങ്കര എരിവായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു നീതിയെക്കുറിച്ച് ആരെങ്കിലും ഘോരം ഇടിച്ച് പ്രസംഗിക്കുന്നതായിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് കർത്താവ് പറഞ്ഞിട്ടില്ലാത്തൊരു നീതിയായിരിക്കും, ഷുവർ. അല്ലെങ്കിൽ അത്ര എരിയാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ ആലോചിക്കുക, ഒന്ന് ആലോചിക്കുക. കർത്താവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് എരിയാൻ പറ്റിയല്ല, കാരണം അവന് ചെയ്യാൻ പറ്റിയല്ല. ദാറ്റ്സ് വാട്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവർ ഭയങ്കര എരിവുകാരാ. പക്ഷെ എന്ത് സംഭവിക്കുന്നില്ല? പരിജ്ഞാനമില്ല. പരിജ്ഞാനം, ക്രിസ്തുവിന്റെ പരിജ്ഞാനം എവിടെ ഇല്ലയോ അവിടെ ഭയങ്കര എരിവായിരിക്കും. അടുത്ത വാക്യം. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ. അതാ പ്രശ്നം. ഈ ദൈവത്തിന്റെ നീതി അറിയാൻ പറ്റുന്നില്ല. അത് തവിട്ടി വീണ് കിടക്കുക. അതറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. ദൈവത്തിന്റെ നീതി കീഴ്പ്പെട്ടില്ല. ഇപ്പൊ ഒരാൾ സ്റ്റേജിൽ നിന്ന് പറയുന്ന ഞാൻ പറയുന്ന ഞാൻ അനുസരിച്ച കാര്യങ്ങൾ മാത്രമാണ് ബ്രദറെ ഞാൻ സംസാരിക്കുന്നത്. റോങ്. കാരണം ഞാൻ വേറൊരു നീതി സ്ഥാപിച്ചു. ഞാനും നിങ്ങളെ പോലെ തന്നെ നിൽക്കുന്നയാളാ. അത്രേ ഉള്ളൂ. ആദമിക് മാൻ. ഈ മാൻ, ആ പഴയ ജഡം നീക്കപ്പെടുന്ന അനുസരിച്ച് എനിക്ക് വിശദീകരിക്കപ്പെടാൻ പറ്റുള്ളൂ. ബൈ ഫെയ്ത്ത് ഇറ്റ് ഈസ് റിമൂവ്ഡ്. അതെൻ്റെ ഫെയ്ത്ത്. ആ ഫെയ്ത്തിലാണ് ഞാൻ വിശദീകരിക്കപ്പെടുന്നത്. അതല്ലാതെ ഞാൻ അനുസരിച്ചു എന്നൊരാൾ പറഞ്ഞു കഴിയുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്? ഒറ്റയടിക്ക് പറയാം, അദ്ദേഹം സ്വന്തം നീതി സ്ഥാപിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ ഈ അനുസരണ പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ ജാഗ്രതയോടെ നിങ്ങൾ കരുതിക്കണം. കാരണം മറ്റേ പ്രസംഗത്തെക്കാൾ അപകടമാണ് ഈ പ്രസംഗം. നിങ്ങൾ 10 വെച്ച 1000 കിട്ടുന്നുള്ള പ്രസംഗത്തിന് അപകടമുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് വീഴാതെ രക്ഷപ്പെടാനുള്ള എളുപ്പമാണ്. കാരണം അതൊരു കള്ളനോട്ട് എന്ന് പറഞ്ഞാൽ എളുപ്പമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്നേഹം അവരോട്. കാരണം ഒത്തിരി ഉഴപ്പന്മാർ ലോകത്തുള്ളതുകൊണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് പറയും, നിങ്ങൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്തൊരു മനുഷ്യൻ, ഇവനെപ്പോലെ ആവും നമുക്ക് പറ്റുന്നില്ലോ. ഭയങ്കര ഒരു ആരാധന തോന്നുക അയാളോട്. അയാളുടെ ഒറിജിനൽ ഹൃദയത്തിൽ കൂടെ പോകുന്ന കണ്ട ആരാധനയല്ല, വല്ലതും എടുത്ത് തലക്കിട്ട് പൊട്ടിക്കുകയുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ പിക്ചർ വേറൊരുത്തൻ കാണാത്തിടത്തോളം ഭയങ്കര ആരാധനയായിരിക്കും. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് എസ്റ്റാബ്ലിഷിങ് അനദർ റൈച്ചസ്നെസ് നോട്ട് ബൈ ദ സ്പിരിറ്റ് ബട്ട് ബൈ വർക്ക്സ്, നോട്ട് ബൈ ഫെയ്ത്ത് ബട്ട് ബൈ വർക്ക്സ്. ഈ ഗുരുതരമായ ദുരുപദേശമാണ് ഇന്ന് പെന്തക്കോസ്തിൽ മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നത്. അവർ അപ്പോസ്തലിക ഉപദേശത്തിന് വഴിതെറ്റിപ്പോയി എതിർ ക്രിസ്തുക്കളെ സ്ഥാപിക്കാൻ അങ്ങനെയുള്ളൊരു ദുരുപദേശത്തിൻ്റെ പിടിയിലാണ് ഇന്ന് കൂടുതൽ ആൾക്കാരും. ഇനി നിങ്ങൾ ഓരോ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഓർത്തോ, ആർ ദേ ഡ്രൈവിംഗ് യു ടു ദ റൈച്ചസ്നെസ് ഓഫ് ക്രൈസ്റ്റ് ഓർ ദെയർ ഓൺ റൈച്ചസ്നെസ്? അവർ ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് കൊണ്ട് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുവാണോ അതോ സ്വന്തം നീതി വെച്ച് നിങ്ങളെ ചീത്ത പറയുവാണോ? യു നീഡ് ടു ഓൾവേസ് എക്സാമിൻ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ കുഴിയിൽ വീഴും. എന്തുമാത്രം ട്രാപ്പുകളാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല, അവർ സ്വന്തം നീതി സ്ഥാപിച്ചു. സ്വന്തം നീതി സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഹൃദയത്തിന് നുറുക്കമില്ല. ഹൃദയനുറുക്കമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ നീതിക്ക് സബ്മിറ്റഡ് ആകാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും നീതിയിൽ എപ്പോഴെങ്കിലും സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണു എന്ന് അതിനർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ സൂക്ഷിച്ചോ, വീഴും. എന്നാൽ ഞാൻ പിടിച്ചിട്ടില്ല എന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടുന്നവനെ കരുണ കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്, അവനാൽ അവൻ നടത്തപ്പെടും. എന്നാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴും എന്നുള്ളത് ഷുവറാണ്, 100%. ഞാൻ നിൽക്കുന്നു എന്ന് പണ്ട് തോന്നിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. മൂക്കും കുത്തി വീണപ്പോഴാണ് മനസ്സിലായത് ഇനി ഇങ്ങനെ നിന്നാൽ ഞാൻ തട്ടിപ്പോകുന്നുള്ള കാര്യം. ദാറ്റ് വാസ് ഇൻ വേ ബാക്ക് ഇൻ 15 years, ഓൾമോസ്റ്റ് 15 years ബാക്ക്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞാൽ നീ വിചാരിച്ച ജയിക്കാൻ പറ്റില്ല, നീ മറ്റുള്ളവർ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുവാണല്ലോ, യു ആർ എ വർസ്റ്റ് സിന്നർ. അതെന്നെ കാണിച്ചു തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ വിചാരിച്ചാൽ കൂടുന്ന ഒരു കൂട്ടമല്ലെന്നും, ദാറ്റ് ഹാസ് ടു കം ഫ്രം ദ ലോർഡ്. എന്നാൽ എത്ര ഈ പൗലോസ് എന്ത് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒരു അധ്യായം 2 ഒരു പുസ്തകം തന്നെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എഴുതി വെച്ചിരിക്കും. നമ്മൾ അങ്ങോട്ട് നോക്കത്തേ ഇല്ല. നമ്മൾ ഇതൊക്കെ പഠിക്കാൻ പാടാ എന്ന് പറഞ്ഞാൽ റോമാലേഖനം അങ്ങ് മാറ്റി വെച്ചേക്കുക. എല്ലാ സഭകളിലും ഇത് ചുമ്മാ വായിച്ചാൽ മതി, ഒരു കമൻട്രി ഒന്നും നോക്കരുത്, ജസ്റ്റ് റോമാലേഖനം അങ്ങ് വായിച്ചാൽ മതി. ഗലാത്യയിലെ റോമാലേഖനം, എഫെസ്യ ലേഖനം. അടുത്ത്, ദൈവത്തിന്റെ നീതി കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. ഇപ്പൊ വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. അപ്പം ആര് വിശ്വസിച്ചാലും അവർക്ക് നീതി കൊടുക്കാൻ
ക്രിസ്തു എവിടം വരെ ചെന്നിട്ടുണ്ട്? ന്യായപ്രമാണത്തിൻ്റെ അവസാനം വരെ ചെന്നിട്ടുണ്ട്. ന്യായപ്രമാണം പൂർത്തീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാങ്ങാണ്ടിയുടെ കഴിച്ചിട്ടുണ്ട്. അതല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? മാങ്ങാണ്ടിയല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു അല്ലേ? ആ, പഴയ നിയമത്തിൽ അനുസരിക്കാവുന്ന പ്രമാണത്തെ ഒരു മാങ്ങയുടെ പൾപ്പ് പോലെ വിചാരിച്ചാൽ അനുസരിക്കാൻ പറ്റാത്തൊരു ആത്മീക പ്രമാണം അതിനകത്ത് ഇരിക്കുന്നതിനെ മാങ്ങാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു ഞാനിത് പൂർത്തിയാക്കാൻ വന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിക്കാം, ഫുൾ ആ സ്നേഹത്തിൻ്റെ കമാൻഡും കൂടെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് കർത്താവ് വന്നത്. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവൻ എന്താ കിട്ടുന്നത്? ആ ഫുൾ നീതിയാണ് കിട്ടുന്നത്. അടുത്ത വാക്യം, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് മോശെ. നമ്മൾ ഈ വായിക്കുമ്പോൾ അത് ചെയ്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വായിച്ചാൽ നോക്കി, അത് ചെയ്ത മനുഷ്യൻ അതിനാൽ, എങ്ങനെ വേണമെങ്കിലും വായിക്കാം, പക്ഷെ ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കി. മോശയുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച്, ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതി. അപ്പോൾ ദാറ്റ് വാസ് ബൈ വർക്ക്സ് അല്ലേ? അത് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ചെയ്യണം അല്ലേ? മോശയുടെ പ്രമാണം അങ്ങനെയായിരുന്നു. നിങ്ങൾ പഴയകാലത്ത് ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? യേശുവെ പോലെയാകുവാൻ. പഴയകാലത്തെ പാട്ട് കേട്ടോ. അവരുടെയൊക്കെ ജ്ഞാനം എന്തായിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു. താഴെ യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക്. ഒരു നിമിഷം കൊണ്ട് ഇത് എടുക്കുന്നത് ഞാൻ സമ്മതിച്ചിരിക്കും. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. അടുത്ത വാക്യം, അടുത്ത വാക്യം, അടുത്ത പല്ലവി അല്ല, പല്ലവി അല്ല, ചരണം. ശൈശവപ്രായ വീഴ്ചകൾ മോശമായുള്ള താഴ്ചകൾ നിന്നാണോ അതോ മോശമായുള്ള താഴ്ചകൾ നിന്നാണോ? അത് മോശമായുള്ള താഴ്ചകൾ തന്നെ എഴുതിയത്. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത് മോശയാൽ എന്ത് താഴ്ചയാണ് വരുന്നതെന്ന്. അന്ന് പാട്ട് എഴുതുമ്പം അത് മോശമായുള്ള താഴ്ചകളും തന്നെ എഴുതി. ഇന്ന് ആൾക്കാരത് പേടിച്ച് അത് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചത് മോശമായുള്ള എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച സാറ് പറഞ്ഞാൽ മോശമായുള്ള താഴ്ചകൾ എഴുതാൻ സാധ്യതയില്ല, കാരണം നമ്മളിപ്പോൾ മോശയുടെ ആൾക്കാരായി. അപ്പം മോശയാൽ താഴ്ച വരുന്ന പറഞ്ഞാൽ എല്ലാ പാസ്റ്റർമാരിലും താഴ്ച വരുമെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് മോശമായുള്ള എന്നാക്കി മാറ്റി. പ്രിയ സഹോദരങ്ങൾ, അന്ന് അവർക്ക് വെളിപ്പാടുണ്ടായിരുന്നു. മോശയാലുള്ള താഴ്ചകൾ എന്ന് പറയാൻ കാരണം മോശയുടെ നീതി പ്രവൃത്തിയാൽ വരുന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നീതി വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ പറഞ്ഞത് പ്രവൃത്തിയാലുള്ള നീതി കൊണ്ട് വരുന്ന താഴ്ചകൾ. എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടില്ല അന്നത്തെ പാട്ടുകൾ എഴുതി വെച്ചിരിക്കും. ഇന്ന് ബൈബിൾ കോളേജിൽ തട്ടിയിട്ട് നടക്കാൻ മേല. പക്ഷെ അന്നുള്ളതിൻ്റെ 10,000-ലൊന്നും വെളിപ്പാടിന്നില്ല. അതെന്താണ് അതിൻ്റെ കാരണം? കൂടുതൽ ജ്ഞാനം പെരുകും തോറും നമ്മൾ കർത്താവിൽ നിന്ന് അകന്നകന്നകന്ന് പോവുകയാണ് ചെയ്തേക്കുന്നത്. അന്ന് കാലത്ത് എഴുതിയ പാട്ടുകൾ 250 വർഷം കഴിഞ്ഞ് പാടിയാൽ അതിനകത്ത് ഒരു തിയോളജി പ്രോബ്ലം ഇല്ല, ഒരു വേദശാസ്ത്ര പ്രോബ്ലം ഇല്ല, എത്ര വർഷം കഴിഞ്ഞാലും പാടാം. പക്ഷെ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച എഴുതിയ പാട്ട് എടുത്ത് നോക്കിയാൽ 2 ആഴ്ച കഴിഞ്ഞ് ഇന്നോട്ട് നോക്കുമ്പോൾ മുഴുവൻ തെറ്റാ. കാരണം പാടാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ പാട്ടുകളുണ്ട് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. എന്താ, കണ്ടാലും ആളറിയില്ല, നല്ല രസമുള്ള പാട്ടാണ്. പക്ഷെ അതിനിടയ്ക്ക് പറയുന്നുണ്ട് എന്നെ മാന്യനാക്കാനാന്ന്. സഹിക്കാൻ പറ്റുന്നില്ല എനിക്കത് ഓർത്തിട്ട്. അടുത്ത പറഞ്ഞുണ്ട് എന്ത് ഞാൻ പകരം നൽകും. 1000 പാട്ട്, ഒരു പാട്ട് ഇവൻ്റെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് അവൻ 1000 പാട്ട് കർത്താവിൻ്റെ ക്രൂശിൽ മരിച്ചതിന് പകരം കൊടുക്കാൻ പോകുന്നത്. ഞാൻ നാട്ടിൽ മുഴുവൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നെ രക്ഷിച്ചതിന്. അവൻ അടുത്ത വീട്ടിലൊരു ട്രാക്ട് കൊടുത്തിട്ട് അതിന് പാടുന്നതിന് കുഴപ്പമില്ലായിരുന്നു. യേശു നമുക്ക് ചെയ്തതിന് നമ്മൾ എങ്ങനെ പകരം വീട്ടുമെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ആൾക്കാർ പറയുമായിരുന്നു, ചിന്തിക്കുകയിൽ വെറും ഏഴ ഞാനല്ലോ, ഒന്നും എനിക്കിനി വേണ്ടാന്ന് വെക്കാമെന്നുള്ളതല്ലാതെ നിന്നെ സേവിക്കും എന്നുള്ളതല്ലാതെ എനിക്ക് ഒന്നും പകരം ചെയ്യാനില്ല. അതുപോലെ പണ്ട് കാലത്തുള്ള ഇപ്പം നമ്മൾ പാടാത്ത CSIക്കാരൊക്കെ പാടുന്നൊരു പാട്ടുണ്ട്, മഹത്വപ്രഭു മരിച്ച ആശ്ചര്യ ക്രൂശെ. അതിൻ്റെ അവസാനത്തെ സ്റ്റാൻസായിൽ പാടുന്നത് എങ്ങനെയെന്നറിയോ? ഈ ലോകം മുഴുവൻ ഞാൻ നേടി നിൻ്റെ കാൽക്കൽ കൊണ്ട് വെച്ചാലും നീ എനിക്ക് വേണ്ടി ചൊരിഞ്ഞൊരു തുള്ളി രക്തത്തിന് പകരം കൊടുക്കാനാവൂല എന്ന്. അത് അന്ന് കാലത്തെ ആൾക്കാർക്ക് അറിയായിരുന്നു. നത്തിങ് ക്യാൻ ബി ഡൺ ഫോർ ദ ലോഡ്. അവനിൽ നിന്ന് ഇങ്ങോട്ട് സൗജന്യമായിട്ട് വാങ്ങിക്കുന്നതല്ലാതെ അത് പ്രപഞ്ചമാകെ നേടി ഞാൻ ത്യജിക്കലും മതിയാകാ ഈ ദിവ്യ സ്നേഹത്തിന് ഞാൻ എന്നെ കൊടുത്താലും. അത് ഇംഗ്ലീഷ് പാടുമ്പോൾ അങ്ങനെയാണ്, അത് ഞാൻ എന്ത് കൊടുത്താലും അതിന് മതിയാകത്തില്ല. അത് ഞാൻ എന്നെ തന്നെ കൊടുത്തോ, കാരണം ഒന്നും കൊടുക്കാനില്ല എനിക്ക്. അതാണ് അന്നത്തെ റെവലേഷൻ. ഇന്നത്തെ റെവലേഷൻ അങ്ങനെയല്ല, 1000 പാട്ട് പഠിക്കേൽപ്പിക്കാം, അല്ല എൻ്റെ ആരോഗ്യം കൊടുത്തേ. പ്രഷറും ഷുഗറായിട്ട് നടക്കാൻ വയ്യാത്ത എൻ്റെ ആരോഗ്യം എന്താ ചെയ്യുക? അപ്പോൾ ഇന്ന് എന്ത് പാട്ട് എഴുതിയാലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ഇടർച്ച ഉണ്ടാകുന്നതിന് കാരണം ആ പ്രത്യാശയുടെ ഓട്ടം റോങ് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ പാട്ടുകളൊന്നും കറക്റ്റ് ആകത്തില്ല. നമുക്ക് വാക്യത്തിലേക്ക് മടങ്ങി വരാം. ന്യായപ്രമാണത്താലുള്ള നീതി സംബന്ധിച്ച് അത് ചെയ്ത മനുഷ്യൻ അതിനാൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അടുത്ത വിശ്വാസത്താലുള്ള നീതിയോ? അപ്പൊ ന്യായപ്രമാണത്താലുള്ള നീതി പറഞ്ഞ ചെയ്ത മനുഷ്യൻ ജീവിക്കുന്ന. വിശ്വാസത്താലുള്ള നീതി എന്തായിരിക്കും പറയുന്നത്? ക്രിസ്തുവിനെ ഇറക്കണം. നിങ്ങൾ 2 ദിവസമായിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇത്,
ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച ആർ സ്വർഗത്തിൽ കയറി? എൻ്റെ പാസ്റ്ററെ, കർത്താവ് അനുസരിച്ചു, ശരിയാ, അവ സ്വർഗത്തിൽ പോയില്ലേ, ഇനി യേശു അനുസരിക്കുന്ന പറഞ്ഞിട്ട് എന്നാ കാര്യം? അവനെ ആരിറക്കിക്കൊണ്ട് വരും? അങ്ങനെ ചോദിക്കരുത്. വായിച്ചേ. മരിച്ചവരുടെ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് എന്ന് പറഞ്ഞാൽ, വിശ്വാസത്താലുള്ള നീതി എന്ന് പറഞ്ഞാൽ ഉടനെ ഇങ്ങനെ ചോദിക്കരുത്, യേശുവിനെ എവിടെ നിന്ന് കൊണ്ടുവരും ചോദിക്കരുത്. ആരനുസരിക്കുന്നത്? പകരക്കാരൻ. വിശ്വാസത്താലുള്ള നീതിയിൽ ആരനുസരിക്കുന്നത്? പകരക്കാരൻ. ആരനുസരിക്കുന്നത്? യേശുവാ അല്ലേ? ആണോ? അപ്പൊ യേശു അനുസരിക്കുന്നെങ്കിൽ നമ്മൾ അനുസരിക്കണ്ടേ? യേശുവിനെ എവിടെന്നെങ്കിലും നിങ്ങൾ വിളിച്ചിറക്കി കൊണ്ടുവരുമോ? അങ്ങനെ ചോദിക്കരുത്. പോലീസ് പറയാം, അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് തോന്നാം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ഡോറുകൾ അടച്ച് പഴുതുകൾ അടച്ചിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത് നോക്കി. ആ ഒരു നിങ്ങൾ അല്ല, ഞാൻ വചനം അതുപോലെ പറയല്ലേ ചെയ്യുന്നേ. ഞാനിതൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല, ജസ്റ്റ് വായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ വാക്യങ്ങൾ. പറയരുത്. പിന്നെ എന്ത് പറയണം? അടുത്ത വാക്യം, വചനം നിനക്ക് സമീപമായി. എന്നാൽ അത് എന്ത് പറയുന്നു? വിശ്വാസത്താലുള്ള നീതി എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അപ്പൊ എവിടെയുണ്ട് ഈ വചനം? അപ്പൊ വിശ്വാസത്താലുള്ള നീതി എവിടെ ഇരിക്കുന്നേ? വിശ്വാസത്താലുള്ള നീതി എവിടെ ഇരിക്കുന്നേ? വായിലും. വിശ്വാസത്താലുള്ള നീതി അങ്ങനെ പറയുന്നേ, വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലിരിക്കുന്നു. അപ്പം വിശ്വാസത്താലുള്ള നീതി വരുന്നത് എങ്ങനെ? വചനത്താല. എവിടെ ഇരിക്കുന്ന വചനത്താല? വായിലും ഹൃദയത്തിലും. അത് എന്ത് വചനമാ? അടുത്ത വാക്യം, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. അപ്പൊ നമ്മുടെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്ന വിശ്വാസ വചനത്താലാണ് എന്ത് വരുന്നത്? വിശ്വാസത്താലുള്ള നീതി വരുന്നത്. ഓ, ഭയങ്കരമായിപ്പോയില്ലേ? അപ്പം കർത്താവിനെ ഇറക്കിക്കൊണ്ട് വരണ്ട, ആരും മുകളിൽ കയറി പോകാൻ വേണ്ട. എവിടെ ഇരിപ്പുണ്ട് ഇത്? വിശ്വാസത്താലുള്ള നീതി എവിടെ ഇരിപ്പുണ്ട്? വായിലും ഹൃദയത്തിലും ഇരിപ്പുണ്ട്. വായിൽ എന്താ ഇരിക്കുന്നേ? ആർക്കെങ്കിലും പറയാമോ? അടുത്ത വാക്യം, യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട്. അതാ വായിലിരിക്കുന്നത്. യേശുവിനെ കർത്താവ് എന്ന് വായി കൊണ്ടും. ഹൃദയത്തിൽ എന്താ ഇരിക്കുന്നത്? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ടും. ഹൃദയത്തിൽ എന്താ ഇരിക്കുന്നത്? പുനരുത്ഥാനം. ഞാൻ ഉറപ്പായിട്ടും കർത്താവ് എഴുന്നേറ്റു, ഞാൻ അവനിലുണ്ടായിരുന്നു, ഞാനും എഴുന്നേക്കും. ഹൃദയത്തിൽ ഉറപ്പാ. പുനരുത്ഥാനം ഈസ് അഷ്വേർഡ്. ആണോ? വിശ്വാസത്താലുള്ള നീതി വരണമെങ്കിൽ എന്ത് വേണം? ഹൃദയത്തിൽ ഒരു അഷുറൻസ് വേണം. എന്താ ഹൃദയത്തിൽ അഷുറൻസ്? എന്താ? യേശു പുനരുത്ഥാനം ചെയ്തു, ഞാനും ഉറപ്പായിട്ടും പോകും. കാരണം അത് എൻ്റെ നീതീകരണമാണ്. എന്നെ നീതിമാനായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിതാവ് അവനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. എൻ്റെ നീതീകരണം സംഭവിച്ചിട്ടുണ്ട്. പിതാവ് എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ എനിക്കത് ഉറപ്പാണ്, വിശ്വാസമാണ്. അതോടൊപ്പം ഒരു കാര്യമാണ്, എൻ്റെ വായ കൊണ്ട് ഞാൻ പറയുന്നുണ്ട്. എന്താണ്? യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഞാനല്ല, ക്രിസ്തുവാണ് ചെയ്യുന്നത്. ഹീ ഈസ് മൈ ലോർഡ്, നോട്ട് മീ ബട്ട് ക്രൈസ്റ്റ്. ഇത് വായിൽ വരികയും ഹൃദയത്തിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? വിശ്വാസത്താലുള്ള നീതി വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നതെന്നും കൂടെ നമുക്കൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ നോക്കാം. മോശ എന്നോട് പറയുവാന്ന് വെച്ചോ. മോശയുടെ നീതി നമുക്കറിയാം. പലപ്പോഴും പഴയ നിയമം വായിച്ചിട്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നു അല്ലേ? അങ്ങനെയല്ലേ? അതുപോലെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഭയങ്കര കഠിനമായ കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു, മോശ ഞങ്ങളുടെ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് ഉപേക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു റെക്കമെൻഡേഷൻ വന്ന ഇടയ്ക്കോടെ. അപ്പം കർത്താവ് പറഞ്ഞു, അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് അങ്ങനെ പറഞ്ഞ്. നിങ്ങൾ മഹാദുഷ്ടന്മാരായതുകൊണ്ടാണ് ഒരു ഉപേക്ഷണ പത്രം എങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ദൈവത്തിന് ഒരിക്കലും ഡൈവോഴ്സ് സഹിക്കാൻ പറ്റത്തില്ല. കാരണം അത് പുത്രനെയും സഭയെയും കുറിച്ച് ഉള്ള ഒരു മർമ്മമാണ് ഈ വിവാഹം എന്ന് പറയുന്നത്. അതൊന്ന് വിട്ട് ഒന്ന് കല്യാണം കഴിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അവൻ ആദിയിൽ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു, അവർ ഒരു ദേഹമായി തീരും അല്ലേ? അതാണ് ദൈവത്തിൻ്റെ അൾട്ടിമേറ്റ് റെവലേഷൻ. അത് അങ്ങനെ തന്നെയാണ് പുതിയ നിയമത്തിൽ, അങ്ങനെ മാത്രം നടക്കുകയുള്ളൂ. കാരണം അത് ക്രിസ്തുവിൻ്റെയും സഭയുമായുള്ള ബന്ധത്തെയാണ് വിവാഹം കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും കർത്താവ് ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം അനുവദിക്കില്ല. ഓക്കെ? അപ്പം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് മോശ നിങ്ങളോട് അങ്ങനെ പറഞ്ഞത്. അപ്പം മോശ എന്നോട് ഒന്ന് പറയുമെന്ന് വിചാരിച്ചോ. ചെയ്സേ, സത്യം പറഞ്ഞാൽ ഒരു കരണം ധരിച്ചാൽ മറ്റേ കരണവും കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷേ അത് ഞാനിപ്പം ഒരു കണ്ണിന് പകരം കണ്ണെന്ന് പറഞ്ഞത്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞത് ദുഷ്ടന്മാരോടാണ്. കാരണം അവന്മാർ ഒരു പല്ലെടുത്താൽ തിരിച്ചു പറയാം, അവൻ എൻ്റെ ഒരു പല്ലെടുത്തു, ഞാനുണ്ട് 32 പല്ലും എന്ന് പറയുന്നവനോടാണ് ഞാൻ പറഞ്ഞത്, വേണ്ട, ഒരു പല്ലിന് ഒരു പല്ലെടുത്താൽ മതി. അവൻ്റെ തിന്മയെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഈ നിയമങ്ങൾ കൊടുത്തേക്കുന്നത്. മനസ്സിലായോ? കൊല്ലരുതെന്ന് പറയുന്ന ആരോടാ? കൊല്ലാൻ നടക്കുന്നവനോടാ. അപ്പം ന്യായപ്രമാണം ആരോടാ സംസാരിക്കുന്നത്? നീതിമാന്മാരോടല്ല, അധർമ്മികളോടാ സംസാരിക്കുന്നത് ന്യായപ്രമാണം. ഡോണ്ട് ഡു ഇറ്റ്
എന്ന് പറയേണ്ടി വരുന്ന ആരോടാ? ചെയ്യാൻ സാധ്യതയുള്ളവരോടാ. അപ്പം മോശനോട് പറയാണ് പല്ലിന് പകരം പല്ലെന്നാ പറയാൻ കാരണം അവന്മാരെല്ലാ പല്ലും പോയി എടുത്തു കളയും, അതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു പല്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നോട് പറയുന്നത് അങ്ങനെയല്ല, ഒരു കരണം തടിച്ചാൽ മറ്റേ കരണവും. അപ്പം ഞാൻ മോശയോട് ചോദിക്കും, എൻ്റെ മോശേ എനിക്ക് തടിയുണ്ടെന്നുള്ളതല്ലാതെ വലിയ മസിലൊന്നുമില്ല, എന്നെ തല്ലാൻ വരുന്നവൻ ജിമ്മാ, ഒറ്റ അടിക്ക് എൻ്റെ ബ്രെയിനകത്ത് നിന്നാണ് ബ്ലഡ് വരുന്നത്, അടുത്ത ഒരടിക്ക് ഞാൻ തട്ടിപ്പോവും, എനിക്ക് എന്ത് കിട്ടും? അപ്പം മോശ പറയും, നീ ആവർത്തന പുസ്തകം വായിച്ചിട്ടില്ല? ഉണ്ട്. നിന്നെ ദേശത്ത് മാനിക്കും, നിനക്ക് സമ്പത്ത് തരും, നിൻ്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും, നിന്നെ അഭിവൃദ്ധി പറയും. ഞാൻ ചത്തുപോയിട്ട് എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചിട്ട് എന്ത് കാര്യം? എന്നെ ദേശത്ത് മാനിച്ചിട്ട് എന്ത് കാര്യം? എനിക്ക് പിള്ളേർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, ദേശത്ത് മാനിക്കപ്പെടുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കണ്ടേ? ഇപ്പോഴത്തെ പെന്തക്കോസ്ത് സഭയുടെ ഉപദേശം മനസ്സിലായോ? അവനവൻ്റെ നീതിയും പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളും. ക്രിസ്തുവിൻ്റെ നീതി പറ്റിയല്ല അവിടെ. പഴയ നിയമ വാഗ്ദത്തം ക്രിസ്തുവിൻ്റെ നീതി എങ്ങനെ പറ്റും? അതായത് മരിക്കാൻ പോകുന്ന നീതി കൊണ്ട് നമുക്ക് നിത്യജീവന് വേണ്ടി അല്ലല്ലോ, ദീർഘായുസിന് വേണ്ടിയല്ലേ നമ്മളിപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചവട്ടക്കാലം മുഴുവൻ ഞങ്ങളെ മരിക്കാതെ ഇവിടെ വെച്ചുകൊണ്ടിരുന്ന ദൈവത്തിന് സ്തോത്രം എന്നല്ലേ പറയുന്നത്. കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുപോകാതെ ഇവിടെ തന്നെ നിർത്തിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലാത്തവരല്ലേ നമ്മൾ, അല്ലേ? ഒരു ദിവസം കൂടെ ഈ കൊറോണ വൈറസ് ഉള്ള ഈ ഗുണമില്ലാത്ത ദേശത്ത് നമ്മൾ ഒരു ദിവസം കൂടെ ആക്കിയതിന് നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല, സ്വർഗത്തിൽ പോകാതിരുന്നതിന്. അങ്ങനത്തെ മനുഷ്യരാ, അല്ലേ? അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ നീതി പറ്റിയല്ല, ആർക്കാനും മുറിക്കാനൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടേതായിട്ടൊരു നീതി സ്ഥാപിച്ചു വെച്ചു, എന്നിട്ട് ബ്ലെസ്സിങ്സ് മുഴുവൻ പഴയ നിയമത്തിൻ്റെ ആക്കി. അപ്പോൾ ഫുൾ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്തങ്ങളും പോയി, പുതിയ നിയമത്തിൻ്റെ നീതിയും പോയി. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പം ശരിക്കും വിശ്വാസ ത്യാഗം സംഭവിച്ചിട്ട് നമ്മൾ പോയേക്കുന്നത് ഈ പഴയ നിയമത്തിലേക്ക് പോലും അല്ല. പഴയ നിയമത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ നിങ്ങൾ യാഗം അർപ്പിക്കണം, കാരണം എങ്കിലേ നിങ്ങൾക്ക് ഹൃദയനൂർക്കം ഉണ്ടാവുള്ളൂ. അത് സമ്മതിക്കത്തില്ല. അപ്പം പഴയ നിയമത്തിലേക്കും എത്തിയില്ല, ഏതോ ഒരു മതത്തിലേക്ക് എത്തി. മനസ്സിലാവുന്നുണ്ടോ ഈ വീഴ്ച എന്താന്ന്? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മോശ എന്നെ കൊണ്ട് പറ്റിയല്ല മറ്റേ കാരണം കാണിച്ചു കൊടുക്കാൻ. കാരണം ഇത് കാണിച്ചു കൊടുത്താൽ ഞാൻ തട്ടിപ്പോവും. പിന്നെ എൻ്റെ ആടുമാടുകൾ അനുഗ്രഹിച്ചാൽ അവർക്ക് ആര് പുല്ല് വരച്ചു എടുത്ത് കൊടുക്കും? അപ്പം മോശം പറഞ്ഞത് ശരിയല്ലേ, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്തോ, ഒരു കാരണം തടിച്ചാൽ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മറ്റേ കാരണത്തിന് ഒന്ന് പൊട്ടിച്ചോ, അല്ലെങ്കിൽ ഓടിക്കോ. ശരി, അവൻ നീതി അവിടെ തീർന്നു. ഇനി കർത്താവ് എന്നോട് പറയാണ്, എടാ ഒരു കാരണം തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം. അപ്പം ഞാൻ പറയും, കർത്താവേ തട്ടിപ്പോയാലോ, നീ എൻ്റെ കൂടെ പർദീസയിലിരിക്കും. അതാണ് പ്രോമിസ്. അപ്പം ഞാൻ പറയും, നിൻ്റെ കൂടെ പർദീസയിലിരിക്കാമെങ്കിൽ ഞാൻ തയ്യാറാണ്, അവനെ തല്ലിക്കോട്ടെ. അപ്പം പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം അകത്തോട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിൻ്റെ നീതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ് അഷുറൻസ് യു വിൽ നോട്ട് വിൻ. ജയിക്കാൻ പറ്റില്ല, അവൻ്റെ നീതിയിലേക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഹൃദയത്തിനകത്ത് എല്ലാ മനുഷ്യർക്കും ഇന്നത്തെ മനുഷ്യൻ്റെ നീതി സ്ഥാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഈ നീതി പൂർത്തിയായോ എന്ന് അവർക്ക് അറിയാൻ മേല. അതുകൊണ്ട് സ്വർഗത്തിൽ പോകുമോ എന്നുള്ള ഉറപ്പങ്ങ് എടുത്ത് മാറ്റപ്പെട്ടിരിക്കുക. ആ പുനരുത്ഥാനം പ്രാപിക്കുമോ നിങ്ങൾ ഉറപ്പ് പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ നിയമത്തിൻ്റെ നീതിയിലേക്ക് നോക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ വിശ്വാസ ത്യാഗം സംഭവിച്ചു കഴിയുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ബിഗ് ക്രൈസിസ്. ഇന്നത്തെ ഉപദേഷ്ടാക്കന്മാർ അവനവൻ്റെ നീതി സ്ഥാപിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശ എടുത്തങ്ങ് കളയുക. അവർ വിചാരിക്കുക ഇയാളെപ്പോലെ ആകണം. ഇയാളെപ്പോലുള്ള കുഴപ്പം എന്നറിയോ? നിങ്ങൾക്ക് എന്നെ അറിയാവുന്ന എന്തോരം അറിയാവുന്നേ? സ്റ്റേജിൽ കാണുന്ന ഞാൻ, അത് കഴിഞ്ഞൊന്ന് ഷേക്ക് ഹാൻഡ് തരുന്ന ഞാൻ, അതല്ലെങ്കിൽ പാസ്റ്ററിന് അറിയാവുന്ന ഒരു 2-3 ദിവസം വീട്ടിൽ കയറി റൂമിൽ കയറി ഇരിക്കുന്ന ഞാൻ. എൻ്റെ ഒറിജിനൽ സ്വഭാവത്തിൻ്റെ ഒരു പകുതിയെങ്കിലും അറിയാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കണ്ടേ? വേണ്ടയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ നീതിയാലല്ല നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത്? ക്രിസ്തുവിനെയാണ് നോക്കുന്നത്. ഇനി ആ ഒരു ഫെയ്ത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ആ നീതി നമുക്ക് സ്വന്തമായിട്ട് കിട്ടും. അതെങ്ങനെ കിട്ടുമെന്ന് ഞാൻ വിശദീകരിക്കാം. അതിന് ഈ റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്നും കൂടെ മടങ്ങി വരാം. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഓക്കെ. അപ്പോൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ ഈ സമാധാനം എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങളെ ഞാൻ പറയാം. ഓക്കെ. റോമറുടെ ഓ കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? റോമറുടെ ഓ. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ. ഓ മനസ്സിൽ വെച്ചോ.
ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഒരു 1000 ആരോസ് വെച്ച് തരുമെന്ന് വിചാരിച്ചു, അമ്പുകൾ ആരോസ് തരുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ആ ഡോർ തുറന്നിട്ടിട്ട് ആ ഹോളിൻ്റെ അങ്ങേ അറ്റത്ത് പോയി നിന്നിട്ട് പറയാണ്, ആരോ എറിഞ്ഞിട്ട് എവിടെ കൊള്ളിക്കണം? ഓയിൽ കൊള്ളിക്കണം. നടക്കുമോ? ഭയങ്കര പാടായിരിക്കും അല്ലേ? ഈ ലക്ഷ്യം തെറ്റിപ്പോകുന്നതിനാണ് നമ്മൾ ശരിക്കും പാപം എന്ന് പറയുന്നത്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് നമ്മളെ കൊണ്ട് പറ്റുന്ന സ്റ്റാൻഡേർഡ് അല്ല. പക്ഷെ ക്രിസ്തു അനുസരിച്ചപ്പം എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പം എപ്പോഴും എവിടെ കൊണ്ട് കാണുമായിരിക്കും? ആ ഓയിയുടെ നടുക്ക് കൊണ്ട് കാണുമായിരിക്കും. അപ്പം പെർഫെക്റ്റ്, പാപമില്ല. ഞാൻ അറിയുമ്പം ഓയിലിൻ്റെ നടുക്ക് കൊണ്ടില്ലെങ്കിൽ പാപം. ലക്ഷ്യം തെറ്റുക എന്നാണ് പാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പം ഞാൻ യേശുവിനെ പോലെ അല്ലെങ്കിൽ എപ്പോഴും പാപത്തിലാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നേ? വിശ്വസിക്കുക. എന്താ വിശ്വസിക്കുന്നേ? എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത് ഒരു പ്രയോജനമില്ല. ആ വിശ്വാസമല്ല. പിന്നെ എന്ത് വിശ്വാസമാണ്? ഞാനല്ല. ഇത് നിങ്ങൾ മറന്നു പോകുന്ന എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. ഞാനല്ല, ക്രിസ്തു. അപ്പോൾ ഉന്നം എങ്ങോട്ടായി? പൂജ്യത്തിലേക്കായി, ഓയിലേക്കായി അല്ലേ? ലക്ഷ്യം എങ്ങോട്ടായി? നോട്ടം എങ്ങോട്ടായി? ഞാനല്ല, ക്രിസ്തു അത്രേ. ഒറ്റ ഏറാ. പക്ഷെ എവിടെ കൊണ്ടു? ഇങ്ങോട്ട് പോലും വന്നില്ല, അത് അവിടെ എവിടെയോ വീണു. 10ാമത്തെ എറിഞ്ഞ് 50ാമത്തെ എറിഞ്ഞ് ഒരെണ്ണം പോലും സ്റ്റേജിൽ പോലും വീഴുന്നില്ല. അവസാനം 100ാമത്തെ ഓർമ്മ എറിഞ്ഞപ്പോൾ താഴെ വന്ന് വീണു. 999ാമത്തെ എറിഞ്ഞപ്പം ആ ഇതിൻ്റെ നടുക്ക് വന്നുകൊണ്ട് ഞാൻ ചത്തും പോയി. സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവിനോട് ചോദിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നില്ല നിൻ്റെ ജീവിതം? ഞാൻ പറയാം, എൻ്റെ കർത്താവേ, ഒരു പ്രയോജനമില്ല. നീ എന്നെ മകനെന്ന് വിളിച്ചു, അതിനെ അപ്പാന്ന് വിളിച്ചു. അതേ ആത്മാവായിരുന്നു, അതേ വിശ്വാസമായിരുന്നു, അതേ പ്രത്യാശയായിരുന്നു, ഒരു കർത്താവായിരുന്നു. ചർച്ചിലും പോകുന്നുണ്ടായിരുന്നു, ഉന്നമൊക്കെ പിടിച്ചു. പക്ഷെ ഒരിടത്ത് പോലും അത് കൊള്ളിക്കാൻ എൻ്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ആ ഒരു പാപം കാരണം എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് പറയാണ്, അത് സാരമില്ല. ഓക്കെ. അപ്പോൾ കർത്താവ് പറയാണ്, മോനെ, നിൻ്റെ പ്രവൃത്തികൾ ഞാൻ നോക്കുന്നില്ല. നോക്കിയാൽ നീ എല്ലാം ഔട്ടാവുള്ളൂ. കാരണം ഒരെണ്ണം പോലും ആരെ പോലെ അല്ല, ക്രിസ്തുവിനെ പോലെ അല്ല. അതുകൊണ്ട് ഞാൻ നിന്നെ നീതീകരിച്ചത് വിശ്വാസത്താലാണ് എന്ന് പറഞ്ഞാൽ നീ എങ്ങോട്ട് നോക്കിയെന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ കർത്താവിനെ നോക്കി എറിഞ്ഞെങ്കിൽ അത് ഫെയ്ത്താ. എൻ്റെ ഫെയ്ത്ത് എന്തായിട്ട് കണക്ക് കൂട്ടി? കൊണ്ടതായിട്ട് കണക്ക് കൂട്ടുക. അങ്ങനെ അതാണ് നമ്മുടെ സമാധാനം. എന്താ ഒരു സമാധാനം എന്നറിയോ? നമ്മൾ യേശു ഞാനല്ല, ക്രിസ്തു അത്ര നീ വിചാരിച്ച ഉടനെ നമ്മൾ ക്രിസ്തുവിനെ പോലെ ആയൊന്നുമില്ല. പക്ഷേ ആ ഫെയ്ത്തിനെ നീതിയായി കർത്താവ് അക്കൗണ്ട് ചെയ്യുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പ്രസംഗിക്കുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറയുമ്പം ഞാൻ ഉന്നം വെച്ചു. പക്ഷേ എൻ്റെ നേച്ചർ ആ ഉന്നത്തിൽ എന്നെ എത്തിപ്പിച്ചില്ല. പക്ഷെ കർത്താവ് പറയാം, അന്ന് കർത്താവ് 5000 പേരോട് മലയുടെ മുകളിൽ നിന്ന് മൈക്കുമില്ലാതെ 3 ദിവസം അലറി പ്രസംഗിച്ച ആ സ്നേഹം, അതിനകത്തുണ്ടായിരുന്ന ആ സ്നേഹം ആ പ്രവൃത്തിയുടെ പ്രതിഫലമാണ് ഇന്ന് എൻ്റെ അക്കൗണ്ടിൽ എഴുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഞാനല്ല, ക്രിസ്തു അത്രേ. എൻ്റെ ഭാര്യയെ നോക്കി ഞാൻ ചിന്തിക്കും, കർത്താവെ, നീ സ്നേഹിച്ച പോലെ എനിക്ക് സ്നേഹിക്കണം, ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും ഭാര്യയുടെ സ്വഭാവം എൻ്റെ സ്വഭാവം കാരണം അതങ്ങനെ കൂട്ടിമുട്ടാറില്ല. അപ്പം ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്താ? കർത്താവെ, ഞാനല്ല, നീയാണ്. ഉന്നം വെച്ചു. അപ്പം വീഴുമ്പോഴും ഞാനല്ല, നീയാണെന്നുള്ള വിശ്വാസം അവിടെ അങ്ങനെ തന്നെയുണ്ട്. വീഴുന്നത് ഞാനാ, പക്ഷെ അതിനിടയിലൂടെ കർത്താവ് എന്ത് ചെയ്യുക? അവൻ്റെ വിശുദ്ധീകരണത്തിലേക്ക് എന്നെ. അപ്പോൾ കുറേ എറിഞ്ഞു കഴിയുമ്പം നമ്മൾ ചില കാര്യങ്ങൾ യേശുവിനെ പോലെയൊക്കെ ആവും. അടുത്തടുത്ത് ചെല്ലും. മനസ്സിലാകുന്നുണ്ടോ? ആ പ്രാക്ടീസിലൂടെ നമ്മൾ അടുത്തടുത്ത് യേശുവിനെ പോലെ ആകുന്നതിന് മുമ്പ് നമ്മൾ പോവും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുന്നത് വിശ്വാസത്തിൻ്റെ നല്ല പോർപ്പരുത് ഓട്ടം തികച്ച് വിശ്വാസം. അപ്പോൾ വേറൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ രാവിലെ തൊട്ട് എറിയുന്നവരുമുണ്ട്, എറിഞ്ഞ ഉടനെ തട്ടിപ്പോകുന്നവരുമുണ്ട്. പക്ഷെ അതും പ്രശ്നമല്ല. രാവിലെ അധ്വാനിക്കുന്നവനും വൈകിട്ട് 5 മണിക്ക് നിന്ന് പണിയാൻ വന്നവനും എല്ലാം ഒരേ പ്രതിഫലം കൊടുക്കുന്ന ദൈവം. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമുക്ക് ഇനി മുമ്പോട്ടുള്ള ലൈഫിൽ തന്നെ എന്ത് നേടാൻ പറ്റും? പൂർണ്ണ പ്രതിഫലം. ക്രിസ്തുവിൻ്റെ നീതിയുടെ കിരീടം വാങ്ങിക്കുവാൻ നമുക്ക് വിശ്വാസത്തിൻ്റെ ഓട്ടം കാത്താൽ അവൻ്റെ കിരീടം നമുക്കുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു ഓട്ടത്തെയാണ്. എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നതെങ്കിൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം ഉണ്ടെങ്കിൽ
നമുക്ക് സ്വർഗത്തിൽ പോകാൻ ഒരാഗ്രഹമൊക്കെ വരും. എന്താ നമുക്ക് സ്വർഗത്തിൽ പോകാൻ താല്പര്യമില്ലാത്തതെന്നറിയോ? അങ്ങ് പോവോ ഇല്ലൊന്നുമില്ല, ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട്. ശരിക്കും നമുക്ക് എൻ്റെ ജീവിതത്തിൽ ഞാനിത് പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അപ്പൻ ഒരു മിലിറ്ററിക്കാരനാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ് മാർക്കിൻ്റെ കാര്യത്തിൽ. അടിക്കൊന്നുമില്ല, അടിക്കുന്നേക്കാൾ ഭയങ്കരമാണ് ഈ വായിലിരിക്കുന്ന വാക്കെന്ന് പറയുന്നത്. അപ്പം ഏത് പരീക്ഷയ്ക്കായാലും 45 മാർക്കിൽ കുറഞ്ഞാൽ, 50 കുറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം മാത്സിന് 50 വാങ്ങിക്കണം എൻ്റെ അപ്പൻ്റെ ആഗ്രഹം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും 1 മാർക്ക് 2 മാർക്ക് അവസാനം കൊണ്ട് ഞാൻ തന്നെ കൊണ്ടേ കളയും. ഒരു എക്സാമിനേഷന് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ശരി ഉത്തരം എഴുതിയിട്ട് അത് വെട്ടി തെറ്റി ഉത്തരം എഴുതിയത് കളഞ്ഞു. 1.5 മാർക്ക് അങ്ങനെ പോയി. ഇനിയിപ്പോഴെല്ലാം ഓർക്കുന്നുണ്ട്. അപ്പം എന്നെ കൊണ്ട് 50 മേടിപ്പിച്ച് എൻ്റെ അപ്പൻ അടങ്ങുള്ളൂ. എന്നെ അവസാനം 8ാം ക്ലാസ്സിൽ ട്യൂഷന് വിട്ടു. ആദ്യമായി അവസാനമായി ഞാൻ ട്യൂഷൻ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷയുടെ മുമ്പുള്ള 3 മാസമാണ്. ട്യൂഷനൊക്കെ കഴിഞ്ഞ് എക്സാമിനേഷൻ റിസൾട്ട് വന്നപ്പം 39. ഞാൻ ഈ പേപ്പറുമായിട്ട് ഇങ്ങനെ ഇതികർത്തവ്യ മൂടനായിട്ടിരിക്കുക. എന്ത് ചെയ്യും? വീട്ടിലോട്ട് പോകുന്ന കാര്യം ഓർക്കാൻ പോലും പറ്റുന്നില്ല. 4:10 ഞങ്ങൾ അന്ന് ഈ റൂട്ട് ബസ്സാണ്, അല്ല ഞങ്ങളുടെ സ്കൂൾ ബസ്സൊന്നും തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ സ്കൂളിൽ ആ വർഷം സ്കൂൾ ബസ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ ദൈവം എങ്ങനെ വീട്ടിൽ പോകും? 4:15 ബസ് പോയി, പിന്നെ 5 മണിക്ക് 2 ബസ്സേ ഉള്ളൂ ഇനി അങ്ങോട്ട്. ഞങ്ങളുടെ വീട് ഹൈ റേഞ്ചല്ലേ, എപ്പോഴും ബസ്സൊന്നുമില്ല. 4:15 ബസ് പോയി ഞാൻ കയറിയില്ല. 5 മിനിറ്റ് ബസ് നോക്കിയിരിക്കുക. ചിലപ്പോൾ അത് 5:30 ആവും വരും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, കർത്താവ് ഇന്ന് 6 ആയാലും വരാതിരിക്കുമായിരുന്നു, നല്ലതായിരുന്നു. പക്ഷെ അത് 4:45 തന്നെ വന്നു. ഞാനിതിൽ കയറിയിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലോ, കർത്താവ് ഇത് എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആവുന്നു, 1/2 മണിക്കൂറിൽ എനിക്ക് കിട്ടാൻ വേണ്ടി. കാരണം അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അതിൻ്റെ കാര്യം എന്താ? മാർക്കില്ല. അതേസമയത്ത് 50 കിട്ടിയായിരുന്നെങ്കിലോ, ഞാൻ 4 മണിക്ക് തന്നെ ഓടി വന്ന് ഫ്രണ്ടിൽ വന്ന് നിന്ന് ഈ ആദ്യത്തെ വണ്ടിയെ തന്നെ ചാടി കയറി. ഇത് എന്താ വരാത്ത നോക്കിക്കൊണ്ട് നിന്നേനല്ലേ. അപ്പോൾ സ്വർഗത്തിൽ ഇപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് എത്ര നമുക്കൊരു പിടിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ശരിക്കും. അപ്പോൾ ശരിക്കും സ്വർഗത്തിൽ പോകാൻ ഉത്സാഹം തോന്നണമെങ്കിൽ നമുക്ക് 100 മാർക്ക് ഉണ്ടെന്ന് അറിഞ്ഞാൽ പോകാൻ സന്തോഷമാകത്തില്ലേ? കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക, ഇങ്ങ് വാ മോനെ, നിൻ്റെ ഓട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് നോക്കിയിരിക്കുവാണെങ്കിൽ നമുക്ക് പോകാൻ തോന്നുന്നില്ലേ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്, ഈ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടുകൊണ്ട് നമുക്ക് എപ്പോഴും പിതാവിൻ്റെ അടുത്തെല്ലാം മാത്രം സമാധാനമുണ്ട്. നമുക്ക് അവിടെ നമ്മൾ ഭയപ്പെടേണ്ട. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാം? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ ധാരാളമായ പ്രവേശനവും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത വാക്യം വായിച്ച്, നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു ആക്സസ് ദൈവത്തോടുള്ളത് കൊണ്ട് ഞാൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യാശയിലായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രത്യാശ എന്തുമായിട്ട് കണക്റ്റഡാണ്? എപ്പോഴും പ്രത്യാശ എന്ന് പറയുന്നത് തേജസ്സുമായിട്ട് കണക്റ്റഡാണ്. എവിടെയെല്ലാം പ്രത്യാശ എന്ന് പറയുന്നുണ്ടോ അവിടെയെല്ലാം തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഹോപ്പ് ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ പ്രത്യാശ. ഈ വിധം പ്രത്യാശയുള്ളവരായി ആ തേജസ്സിന് വേണ്ടി കാത്തുകൊണ്ടാണ്. അപ്പം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ തേജസ് നമുക്ക് ലഭിക്കുമെന്നാണ്. ഉറപ്പുണ്ടോ ലഭിക്കുമെന്ന്? ഇഫ് ഇറ്റ് ഈസ് ബൈ ഫെയ്ത്ത്, നിങ്ങൾക്ക് ഉറപ്പാണ്. ബൈ വർക്ക്സ് നെവർ ഡു യു ഗെറ്റ് ആൻ അഷുറൻസ്. മനസ്സിലാകുന്നുണ്ടോ? യു നെവർ ഗെറ്റ് ആൻ അഷുറൻസ് ഇഫ് യു ആർ വാക്കിംഗ് ബൈ വർക്ക്സ്. യു വിൽ ഡെഫിനറ്റ്ലി സ്റ്റംബിൾ ഓൺ ദ സ്റ്റംബ്ലിംഗ് സ്റ്റോൺ. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ ഇഫ് യു ആർ സീക്കിംഗ് ബൈ ഫെയ്ത്ത്, നമുക്ക് എന്താ ലഭിക്കുന്നത്? നമുക്ക് അഷുറൻസ് ആണ്. നിൻ്റെ അപ്പൻ നിന്നെ നോക്കിയിരിക്കുകയാണ്. നിനക്ക് ആശ്വാസം പ്രാപിക്കാനും കടന്നു ചെല്ലാനും സമാധാനമായിരിക്കാനും. എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന്? ഒരു കോൺഫിഡൻസ് ആയോ? നമ്മൾ ആദ്യം വന്ന് ചോദിച്ചപ്പോൾ ഉള്ളതിനേക്കാളും ഞാൻ അവിടെ എത്തുമെന്നൊരു കോൺഫിഡൻസ് ആയോ? ബിക്കോസ് വി ആർ നോട്ട് ട്രസ്റ്റിംഗ് ഇൻ അവർ ഓൺ വർക്ക്സ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ആശ്രയിക്കുമ്പം ദറ്റ് കോൺഫിഡൻസ്, ഫെയ്ത്ത് ഗ്രോസ് ഇൻ അസ്. ഈ 3 ദിവസം നിങ്ങൾ വചനം കേട്ടപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഐ എം കോൾഡ് ടു ഹെവൻ, ഐ എം കോൾഡ് വിത്ത് എ ഹെവൻലി കോൾ. എന്നെ അവിടെ എത്തിക്കാൻ ശക്തനായവനാണ് എന്നെ വിളിച്ചേക്കുന്നത്. ഞാൻ അവിടെ ചെല്ലും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. കാരണം ഈ ലോകം നിങ്ങളുടെ അല്ല. ആ അഷുറൻസിലൂടെ മാത്രമേ ഈ ലോകത്തെ ത്യജിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ എന്തായാലും ഇന്നലെ നാളെ മരിക്കണം. പക്ഷേ ഈ ലോകത്തിനുള്ളവരായി മരിക്കരുത്, നമ്മൾ കർത്താവിനുള്ളവരായി മരിക്കണമെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ നല്ല പോർ നമ്മൾ പൊരുതിയേ പറ്റുള്ളൂ. വി നീഡ് ടു ഹാവ് ദാറ്റ് അഷുറൻസ്. ഇന്നത്തെ പ്രസംഗങ്ങൾ പലതും ഈ വിശ്വാസത്തെ എടുത്തു കളയുക. അതായത് പ്രവൃത്തികളിലേക്ക് വരുമ്പോഴേക്കും എല്ലാവർക്കും ഇടർച്ചക്കല്ല കൊടുക്കുന്നത്. ഇടറി വീണോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണിട്ടില്ല എന്ന് പറയുകയും ചെയ്യും. എവരി വൺ എൽസ് വിൽ ഫോൾ.
സ്റ്റേജിൽ നിൽക്കുന്നവർ വിചാരിക്കുന്ന അവരൊരു തെറ്റും ചെയ്യുന്നില്ല എന്ന്. അവർ ചെയ്യുന്ന തെറ്റുകളൊന്നും നമ്മൾ കാണുന്നുമില്ല. അവസാനം എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ പിടിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, അയ്യോ ഇവൻ ഇങ്ങനത്തെ ആയിരുന്നു എന്ന്. മനസ്സിലാകുന്നുണ്ടോ? സോ ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സ്വയം നീതീകരിക്കുന്ന, പാപമില്ലെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഫരിസായിക് മനോഭാവമാണ് യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശത്രു. പ്രോസ്പെരിറ്റി തിയോളജിയൊക്കെ അതിന് മുമ്പിൽ ചെറിയ വൈറസുകളാണ്. ജലദോഷം പോലെയുള്ളൂ. മറ്റേത് വെച്ച് നോക്കുമ്പോൾ അത് കൊറോണ വൈറസ് പോലെയാണെങ്കിൽ ഇത് ജലദോഷം പോലെയാണ്. ഏതാ പ്രോസ്പെരിറ്റി തിയോളജി? അത് നമുക്ക് ചൂട് പിടിച്ചാൽ കളയാവുന്നേ ഉള്ളൂ. പക്ഷെ മറ്റത് അങ്ങനെ പോവില്ല. മനസ്സിലായോ? ഒരു മനുഷ്യൻ്റെ സാധാരണമായ ആപേക്ഷികമായ നീതി വെച്ച് നമ്മൾ തകർക്കപ്പെടാതെ പ്രവൃത്തിയാൽ സാധിക്കാൻ നോക്കി നമ്മളും കഠിന ഹൃദയരായി സ്വർഗത്തെക്കുറിച്ചുള്ള ഉറപ്പ് നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ വിധിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രത്യേകതരം ക്രിസ്ത്യാനിറ്റിയാണ് ഇന്ന് പെന്തക്കോസ്റ്റിനിടയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹ്യൂമൻ ടീച്ചിങ്, ഹ്യൂമൻ റീസണിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ്. വി നീഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ അപ്പോസ്റ്റലിക് ഡോക്ട്രിൻ. ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വന്നില്ലെങ്കിൽ വി വിൽ ബി ഇൻ ദ സെയിം ട്രാപ്പ്. ഓക്കെ, പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അടുത്ത വാക്യം. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും പ്രത്യാശയും ഉളവാക്കുന്നു. അപ്പോൾ കഷ്ടതയിൽ നിന്ന് സഹിഷ്ണുത ഉണ്ടാവും. സഹിഷ്ണുത നിന്ന് ഈ കഷ്ടത സഹിഷ്ണുതയും തമ്മിലുള്ള ബന്ധം എന്നറിയോ? കഷ്ടത എന്ന് പറഞ്ഞാൽ കഷ്ടത അല്ലേ, അത് നമുക്കറിയാം. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനൊരു കോമഡി ഒരിടത്ത് കണ്ടതാണ്. ആരോ പറഞ്ഞു കേട്ടാണോ കേട്ടാണോ എന്നറിയില്ല. ഒരാളൊരു മനുഷ്യനോട് പറയാം, എനിക്ക് 10 വർഷക്കാലം കഷ്ടകാലമായിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ജ്യോത്സ്യന്മാരായിട്ട് പറഞ്ഞാൽ. അപ്പം മറ്റു അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതൊരു ശീലമായിക്കോളും എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കഷ്ടത എന്തുണ്ടാവും? ബൈബിളിലും കോമഡിയോ? ഇല്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സഹിക്കാനുള്ള കപ്പാസിറ്റി അല്ല. സഹിഷ്ണുത എന്ന് പറയുന്നത് വേറൊരാളോടുള്ള നമ്മുടെ മനോഭാവമാണ്. ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് വേറൊരുത്തനെ കണ്ടാൽ അവനോട് ഒരു ടോളറേറ്റ് ചെയ്യാൻ, ടോളറൻസ് കാണിക്കാൻ അവന് പറ്റും. അവൻ്റെ വേദനയിൽ ഇത്തിരി എമ്പതൈസ് ചെയ്യാൻ പറ്റും. കഷ്ടപ്പാടിലൂടെ കടന്നു പോയവർക്ക് ഒരു പ്രൂൺഡായിട്ടുള്ള ഹാർട്ട് ഉണ്ടായിരിക്കും. അപ്പം കഷ്ടത സഹിഷ്ണുത ഉണ്ടാക്കുന്നു, സഹിഷ്ണുത സിദ്ധത ഉണ്ടാക്കുന്നു. ഈ സിദ്ധതയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പൻ്റെ അംഗീകാരം. ക്യാരക്ടർ എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ പല ബൈബിളിലും കൊടുത്തിരിക്കുന്നത്. പേഷ്യൻസ് അടുത്ത വാക്യം. പേഷ്യൻസ് എക്സ്പീരിയൻസ് പഴയ ഇംഗ്ലീഷ്. പുതിയ ഇംഗ്ലീഷിലെല്ലാം ക്യാരക്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ശരിക്കും എന്ത് ക്യാരക്ടറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇംഗ്ലീഷ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിലുണ്ട് ഗോഡ് അപ്രൂവ്ഡ് ക്യാരക്ടർ എന്നാണ്, ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം. അപ്പോൾ സഹിഷ്ണുതയിലൂടെയാണ് ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം ഉണ്ടാകും. അപ്പോൾ ദൈവം അംഗീകരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാവും. എങ്ങനെയെങ്കിലും അവിടെ പോയാൽ മതി എന്ന് തോന്നും. അത് വിശ്വാസത്താലാണ് നാം ആ സ്ഥലത്തേക്ക് എത്തുന്നത്. അതിന് ഈ കഷ്ടത എന്ന് പറയുന്നത് നമ്മളെ പലപ്പോഴുമായി ബ്രേക്ക് ചെയ്യുന്ന തകർക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളാണ്. എന്നെ തകർത്തിയിടാൻ താതന് ഇഷ്ടമെങ്കിൽ സമ്പൂർണ്ണമായിട്ട് എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? സമ്പൂർണ്ണമായിട്ട് ധൈര്യമായിട്ട് പറയാമോ? പാടാം ധൈര്യമായിട്ട്. കാരണം നമ്മൾ പാടുന്നതിനൊന്നും ഒരു ലൈസൻസ് ഇല്ല, പറയാൻ ഇത്തിരി പാടാം. ഈ തകർക്കുക എന്ന് പറയുന്നത് നമ്മുടെ അടിച്ച് തകർത്ത് പൊട്ടിച്ചൊരു മൂലക്കിരുന്നതിനെ കുറിച്ചല്ല. നമ്മുടെ ഔട്ടർ ബോഡി, ഔട്ടർ മാൻ, ആ പാപജഡത്തെ തകർക്കുന്നതിനെ കുറിച്ചാണ്. എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ തകർത്ത് അത് ഗോഡ് കോൺഫിഡൻസ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ സ്വയത്തിൽ ഞാൻ ആശ്രയിക്കുന്നതിൽ നിന്ന് രക്ഷിച്ച്, ഇപ്പോൾ സ്വയം കൊണ്ട് ചെയ്യുന്ന എല്ലാം തോറ്റുപോയാലല്ലേ നമ്മൾ അതിനെ മടുക്കുള്ളൂ. വെള്ളത്തിനകത്ത് ഇടുമ്പോൾ ശ്വാസം മുട്ടുമ്പോഴല്ലേ നമ്മൾ അയ്യോ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്ന, കൈകാലിട്ടടിക്കുന്നല്ലേ ആണോ? അപ്പോൾ നമുക്കൊരു ക്രൈസിസ് പോയിന്റിലേക്ക് എത്തണം. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഐ കനോട്ട് ഡു ഇറ്റ് എനി ലോങ്ങർ. അതിനാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. കഷ്ടത അതിനു വേണ്ടിയാണ്. എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് ഞാൻ എത്തിയിട്ട് എന്ത് ചെയ്യണം? അത് സഹിഷ്ണുതയിലേക്കും ദൈവത്തിന് അംഗീകാരമുള്ളൊരു സ്വഭാവത്തിലേക്കും വരണം. അതുകൊണ്ടാണ് ഞാൻ ഈ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത്. കഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ പട്ടിണി കിടക്കുന്നതല്ല. പിന്നെയോ നമ്മുടെ ഔട്ടർ മാൻ തകർക്കപ്പെടുന്ന, ആ പാപ മനുഷ്യൻ തകർക്കപ്പെടുന്നതിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന സങ്കേതങ്ങളെയാണ് ഈ കഷ്ടത എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഒരിടത്ത് പറഞ്ഞ എല്ലാ കഷ്ടങ്ങളിലൂടെയും ഞങ്ങൾ കടന്നു പോയിട്ടുണ്ടെന്ന് വേണേൽ പറയാം. അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരുന്നിരിക്കാം, പക്ഷേ എല്ലാ തരം കഷ്ടങ്ങളിലൂടെ ഞങ്ങൾ, മരണം ഉൾപ്പെടെ ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാ കഷ്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരുന്നു. ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ പാടായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ വി നീഡ് ടു ഗോ ദാറ്റ് വേ. അത് നമുക്ക് സഹിക്കാവുന്ന രീതിയിൽ ദൈവം അത് തരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ ഡിസിപ്ലിൻ ഇല്ലാതെ ആർക്കും ഈ ഒരു ഹോപ്പിലേക്ക് വരാൻ കഴിയില്ല. So we praise God for all the ways through which He is making us walk.
എല്ലാറ്റിനും നന്ദി, കാരണം ഇതെല്ലാം നന്മയ്ക്കായി ഒരു ദിവസം കൂടി വ്യാപരിക്കും എന്ന് നാം അറിയുന്നു. അടുത്ത വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് നെവർ ഡിസപ്പോയിൻറ്റ്സ് us. ആശയ്ക്ക് ഭംഗം വരും. എന്നാൽ പ്രത്യാശ എന്ന് പറഞ്ഞാൽ പ്രതിയാശ എന്നാണ്. ആശയ്ക്കെതിരായ ആശ, അതിന് ഭംഗമില്ല. പ്രത്യാശയ്ക്ക് ഒരു ഓപ്പോസിറ്റ് ഇല്ല. ആശയ്ക്ക് നിരാശ എന്നോ ആശാഭംഗം എന്നൊക്കെ ഓപ്പോസിറ്റ് കൊടുക്കാം. പക്ഷെ പ്രത്യാശ എന്നുള്ള വാക്കിന് ഒരു ഓപ്പോസിറ്റ് ഇല്ല. കാരണം അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഇല്ല. പ്രത്യാശ എന്ന് പറയുന്നത് ആശയ്ക്കെതിരായ ആശയാണ്, അതിനൊരിക്കലും ഭംഗം വരികയില്ല. നിങ്ങൾ പ്രത്യാശയാൽ നടത്തപ്പെടുന്നവരാണോ മോഹത്താൽ നടത്തപ്പെടുന്നവരാണോ എന്നുള്ളതാണ്, നിങ്ങൾ ക്രിസ്തുവിലാണോ ലോകത്തിലാണോ എന്നുള്ളതിൻ്റെ ടെസ്റ്റ്. ജഡത്തിലാണോ ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണെങ്കിൽ യു വിൽ ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്, ലെഡ് ബൈ ജോയ്, അല്ലേ? അതർവൈസ് അല്ല. ജഡത്തിലാണെങ്കിൽ നമ്മൾ ഞരങ്ങുന്നവരും കഷ്ടതയിൽ വിഷമിക്കുന്നവരും പ്രത്യാശയില്ലാത്തവരും മോഹങ്ങളിൽ പിടിക്കപ്പെട്ടവരും ആയിരിക്കും. കണ്ടോ, എന്തുകൊണ്ടാണ് ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തതെന്നറിയോ? ദൈവത്തിൻ്റെ സ്നേഹം അതാണ്. അവൻ എന്നെ തിരഞ്ഞെടുത്ത് തന്നെ അവൻ്റെ അൺകണ്ടീഷണൽ ലവ് കാണിക്കാൻ വേണ്ടിയാണ്. അതിന് ഏറ്റവും പൊട്ടനായ എന്നെ തന്നെ വേണമായിരുന്നു. കുറച്ചൊക്കെ നല്ലവനായ ഒരുത്തിനെ തിരഞ്ഞെടുത്തായിരുന്നെങ്കിൽ അൺകണ്ടീഷണൽ ലവ് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അകപ്പെ എത്ര അൺകണ്ടീഷണൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്ത് തന്നെ. ഈ താവട്ട് വായിച്ചൊക്കെ നമ്മൾ മുട്ട് നിന്ന് ആരാധിച്ചു പോകുന്നു വാക്യങ്ങളാണ് പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. നിലത്ത് കിടന്ന് നിലവിളിച്ച് നന്ദി പറയേണ്ട അവസ്ഥയുള്ള വാക്യങ്ങളാണ് താവട്ട് പൗലോസ് എഴുതുന്നത്. നമ്മെ ദൈവം തിരഞ്ഞെടുക്കാനുള്ള കാരണം പൗലോസിൻ്റെ ലൈഫിൽ അത് ഭയങ്കര ഒരു വലിയ, പൗലോസിനെ അങ്ങനെ ദൈവം നിർത്തിയത് അവസാനം വരെ നത്തിങ് ടു ബോസ്റ്റ്. എങ്ങനെ പൗലോസ് അങ്ങനെ ആയെന്നറിയോ? സാത്താൻ്റെ ഒരു ദൂതൻ ഇവനെ കുത്താൻ വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും ചെയ്യുമ്പം സാത്താൻ്റെ ദൂതൻ പറയും, നിന്നെ എനിക്കറിയാമല്ലോ. സാത്താൻ്റെ ദൂതൻ്റെ പണി എന്തോ? കുറ്റം പറയും. പൗലോസിൻ്റെ എന്ത് കുറ്റമായിരിക്കും ഈ സാത്താൻ്റെ ദൂതൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സാത്താൻ്റെ ദൂതൻ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ കണ്ണിൻ്റെ രോഗമായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും വിശ്വാസമൊന്നുമില്ല. കണ്ണിൻ്റെ രോഗത്തിന് സാത്താൻ എന്തിനാ കുത്തുന്നേ? സാത്താൻ്റെ ദൂതൻ വന്ന് കുത്തണമെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടിയല്ലേ കുത്തേണ്ടത്? അവന് നുറുക്കത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയല്ലേ? അവൻ ഞെളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി, അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ? ആത്മീക അഹങ്കാരം കണ്ണില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ആത്മീയ അഹങ്കാരം ഉണ്ടാവാതിരിക്കുമോ? അപ്പം എന്തിനെ ഓർത്തായിരിക്കും കുത്തിയത്? ഞാൻ വിചാരിക്കുന്ന 2 സൊല്യൂഷൻസ് എൻ്റെ മനസ്സിൽ വന്നു. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ എടുക്കാം. ഒന്ന്, ഇവൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അതിലൊരുത്തൻ ഇങ്ങനെ കുത്തുന്നവനായിരുന്നു എപ്പോഴും. എന്നെ അങ്ങനെ കുത്തുന്ന ആൾക്കാരെ ദൈവം കൂടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവനെ മാറ്റാമോ എന്ന് ചോദിച്ചാൽ കർത്താവ് പറയും, അത് ഇരിക്കട്ടെ, നിനക്ക് ആവശ്യമാണെന്ന് പറയും. കാരണം ഞാൻ വലിയ ആളാന്ന് വിചാരിക്കുമ്പോൾ നീ ഒന്നും അല്ലടാ എന്ന് പറയാൻ ഒരുത്തൻ കൂടെ കാണും മനസ്സ് വിചാരിക്കുമ്പോഴേ. അപ്പം ഒരുത്തൻ പറയാം, അത് ഞാൻ അങ്ങനെ ഒരാളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ കുറച്ച് നാളുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറയും, നിങ്ങൾ എന്തിനാണ് ഓങ്കോളിലെ മിഷൻ വിട്ട് കേരളത്തിലോട്ട് വന്നത്? ഞാൻ പറഞ്ഞോട് വചനം സംസാരിക്കാൻ വേണ്ടി. വചനം സംസാരിക്കാൻ ആൾ വന്നില്ലെങ്കിലോ? ഞാൻ പറഞ്ഞു, ദൈവം അയക്കുന്നില്ലേ പ്രശ്നം. കണ്ടോ, അപ്പോൾ വചനം സംസാരിക്കാൻ ആൾ വന്നില്ല, ആ ജനങ്ങളോടൊരു ഭാരമില്ല. എങ്ങനെയുണ്ട്? അപ്പം ഞാൻ അയ്യോ വന്നില്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകുന്ന പറഞ്ഞിരുന്നില്ല. കണ്ടോ, നിങ്ങളുടെ വിളിക്കൊരു ഉറപ്പില്ലെന്ന് പറയും. ഇപ്പം എന്തുത്തരം പറഞ്ഞാലും അപ്പം എൻ്റെ മോട്ടീവ് ശരിയാണോ എന്ന് കുത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി ഒരാൾ. അപ്പം ഞാൻ കർത്താവ് ഇയാളെയും കൊണ്ട് മടുത്തു, എന്നെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലില്ല, അത് അവൻ ഇരിക്കട്ടെ, അവൻ കുത്താൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നത്. ഇതൊരു സൊല്യൂഷൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? വേറൊന്ന് പറയാം. പൗലോസ് ജീവിതാവസാനം വരെ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. പാപികളിൽ ഞാൻ പ്രധാനിയാണെന്ന് പൗലോസിന് തിമോത്തിയോസിൽ എഴുതുമ്പോഴും പ്രായമാകുമ്പോഴും തോന്നാനുള്ള കാരണം ഇവൻ ഈ സഭയെ ഉപദ്രവിച്ചു എന്നുള്ളൊരു വേദന പൗലോസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സാധാരണ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഗിൽറ്റ് എല്ലാം പോകുന്നു, ഫുൾ ഗിൽറ്റും പോകും. പാപങ്ങളുടെ ഒന്നും അക്കൗണ്ടില്ല. പൗലോസിനതറിയാം, എൻ്റെ പാപങ്ങളുടെ അക്കൗണ്ട് ഒന്നും കർത്താവ് സൂക്ഷിച്ചിട്ടില്ലെന്നറിയാം, അതെല്ലാം ക്ഷമിച്ചിട്ടുണ്ടെന്നും ഒക്കെ അറിയാം. പക്ഷെ എന്നാലും ഈ കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടിയാണ് കർത്താവ് മരിച്ചത്. നമുക്ക് വേണ്ടിയാണ്. നമ്മളെന്ന് പറയുന്നത് അവൻ്റെ ശരീരമാണ്. അവൻ്റെ കർത്താവ് ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയല്ല, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് കർത്താവ് മരിക്കുന്നത്. അപ്പം അത്രയും കർത്താവ് പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു ശരീരത്തെ ഞാൻ ആക്രമിച്ചവനും അതിനെ ഉപദ്രവിച്ചവനും ആ ശരീരത്തിന് ദോഷം ചെയ്തവനുമാണ് ഞാനെന്നുള്ള പെയിൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള പെയിൻ ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. അത് തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതും പറയുന്നുണ്ട്, പാപികളിൽ 1-ാം നമ്പർ ആയിരുന്നു ഞാൻ ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിച്ചവൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗിൽറ്റ് എല്ലാം പോയാലും
ആ ഒരു വേദന ഇവൻ്റെ ഫ്ലഷിൽ കുത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു. കാരണം അത്ര ഭയങ്കരമായിട്ടാണ് പൗലോസ് പിന്നെ ഈ സഭയെ സ്നേഹിച്ചത്. കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി പൗലോസ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ പാനീയാഗമായി ഒഴിക്കേണ്ടി വന്നാൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറയുന്നത്. കാരണം ആ ബർഡൻ, ആ സഭയെ ഉപദ്രവിച്ചു എന്നുള്ളൊരു ബർഡൻ പൗലോസിൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. കുഡ് ബി ദാറ്റ് വൺ. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത. അല്ലാതെ വിടുതലെടുക്കാത്തൊരു പാപം എന്തായാലും ആയിരിക്കില്ല സാത്താൻ ഇങ്ങനെ കുത്താൻ വേണ്ടി. കാരണം അങ്ങനെ വിടുതലെടുക്കാത്ത പാപത്തെ ന്യായീകരിക്കാൻ ദൈവം ഒരിക്കലും കൂട്ടി നിൽക്കുകയില്ല. കാരണം എല്ലാ പാപത്തെ ന്യായീകരിക്കുന്ന ഒരു ദൈവമല്ല, പാപത്തെ കഠിനമായി വെറുക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത്. അപ്പോൾ സാത്താൻ വന്ന് കുത്തണമെങ്കിൽ ഐദർ ഇറ്റ് കുഡ് ബി ദിസ് ഓർ ദാറ്റ് കുഡ് ബി ആൻ ഇൻഡിവിജ്വൽ, അല്ലേ? പൗലോസിന് എപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് ഒത്തിരി പാഠങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വ്യക്തികൾ വരുമ്പം അവരെടുത്ത് മാറ്റണമെന്ന് അപേക്ഷിക്കേണ്ട, അവിടെ എല്ലാം കൃപ മതി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരൻ, പുതുതായിട്ട് വന്നൊരു സഹോദരനാണ്. പുതുതായിട്ട് സഹോദരൻ വന്നപ്പം പുള്ളിയോട് ആരാണ്ട് പറഞ്ഞു, ചേസ് പാസ്റ്റ് എന്ന് പറഞ്ഞ പുള്ളി വെറും തട്ടിപ്പാണ്, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പുള്ളിയെ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഞാനായിട്ട് തർക്കിച്ചു. അപ്പം ഞാനിവിടെ ആണല്ലോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് മെസ്സേജ് വന്നപ്പോൾ ഞാനൊരു മെസ്സേജ് അയച്ചു, എൻ്റെ പ്രിയ സഹോദര, നമ്മളെല്ലാം എന്തോ ഒരു ഓണസ്റ്റാന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഒരാൾ തട്ടിപ്പാന്ന് പറഞ്ഞത് ഒരു കുത്ത് ദൈവത്തിന് തരുമായിരിക്കും, നമ്മളെ ഒന്ന് എക്സാമിൻ ചെയ്യാൻ വേണ്ടി. ഇനി എവിടെയെല്ലാം അങ്ങനത്തെ വല്ല സാധനം കിടപ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇതിനെല്ലാം പ്രതികരിക്കേണ്ട കാര്യം ഇല്ല, സ്തോത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. കാരണം അവൻ്റെ കൃപ മതി നമുക്ക് നിൽക്കാൻ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? പിടികിട്ടിയോ? നിങ്ങൾ വിചാരിക്കുക ഇയാൾ എന്ത് ഫ്രോഡായിരിക്കും കാണിച്ചിട്ട് വന്നത്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള, എനിക്കൊന്നും പറയാൻ ലജ്ജയൊന്നുമില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഞാൻ, നമ്മൾ വെളിയിൽ കാണിക്കുന്ന ഞാനേക്കാൾ എന്തായാലും ഒരു ഇത്തിരി വ്യത്യാസം കാണും. ഞാനൊരു സഹോദരനെ കാണുമ്പം, എൻ്റെ സഹോദര കണ്ടിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചവനെ കെട്ടിപ്പിടിക്കുമ്പം ചിലപ്പോൾ അതിനകത്ത് 100% ഞാൻ കാണിക്കുന്നെങ്കിലും ഒരു 40% ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ കാണുള്ളൂ. ഇവിടെയൊന്നും ഒരു ഫ്രോഡ് പരിപാടി ഇല്ലാതിരിക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റുള്ളൂ. കാരണം നമുക്കെല്ലാം ഒരു എന്താ അല്ല, അങ്ങനെയല്ലേ നിങ്ങൾക്ക്? ഇനി ഞാൻ എന്നെ കുരുക്കിയിട്ടേക്കുവാണോ? നിങ്ങളാരും അങ്ങനെ അല്ല, നിങ്ങളെല്ലാവരും അങ്ങനെ ആണെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിവേ. അപ്പം ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ കുത്താൻ ആരെങ്കിലും നമുക്ക് വേണം. അയാൾ അന്വേഷിച്ച് വന്നപ്പോൾ ഈ പാസ്റ്ററിനെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല. ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമാണ്, ചിലപ്പോൾ അയാൾ എന്തെങ്കിലും കേട്ടതായിരിക്കും. നമുക്കൊന്നും അന്വേഷിക്കേണ്ട കാര്യം പോലില്ല. വി ഷുഡ് റിജോയ്സ് ഇൻ ദാറ്റ്. കാരണം എന്താ? ഈ കുത്താൻ ദൈവം ആൾക്കാരെ വിടുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. സോ വി താങ്ക് ഗോഡ് ഫോർ എവറിത്തിങ്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ടു കീപ്പ് അസ് ഹംബിൾ. ആ ഒരു വഴിയിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്ന, ക്രോസിലൂടെ നമ്മളെ തകർത്ത്, കഷ്ടതയിലൂടെ നമ്മളെ പരുവപ്പെടുത്തി എടുക്കുമ്പം നമുക്ക് ഈ പ്രത്യാശ വർദ്ധിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറും ഒന്നും പുകഴാനില്ലാത്ത ഒരു മനുഷ്യനിലാണ് ദൈവം ഇത്രയും വലിയ സ്നേഹത്തിൻ്റെ ഡിപ്പോസിറ്റ് വെച്ചിരിക്കുന്നത്. അവിടെ പറയാണ്, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എന്നെ ഓർക്കുമ്പം ഞാനൊരു ദുഷ്ടനാണ്, ഒരു ശത്രുവാണ്. ഒരു നന്മയില്ലാത്ത ചേസിനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ കയറുന്നത്. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അൺകണ്ടീഷണൽ അഗപ്പയാണ്. അപ്പം കർത്താവ് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, പിതാവിനോട് നിലവിളിക്കുമ്പോൾ ഒന്നും എന്നിൽ യാതൊന്നുമില്ല. അടുത്ത വാക്യം, നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, പക്ഷെ ഗുണവാന് വേണ്ടി മരിപ്പാൻ തുനിയുമായിരിക്കും. അടുത്ത വാക്യം, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. അപ്പൊ പിന്നെ എങ്ങനെ ഈ പ്രത്യാശ ഇല്ലാതായി പോകുന്നത്? ദൈവം ആർക്കാ ഈ പ്രത്യാശ, ഈ ഉറപ്പ് കൊടുത്തേക്കുന്നത്? നമ്മളെപ്പോലുള്ള പാപികൾക്ക്, അല്ലേ? ഒന്നും പുകഴാനില്ലാത്ത പാപികളോട് പറയാണ്, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്ന ദൈവം. അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രം എപ്പോഴും ഉറപ്പ് വരുത്തണം, ആർ യു ഇൻ ഫെയ്ത്ത് ഓർ നോട്ട്. അവിടെയാണ് നമ്മൾ, നമ്മുടെ മേന്മയിലേക്കല്ല നമ്മൾ നോക്കുന്നത്, ആർ യു ഇൻ ഫെയ്ത്ത് ഓർ നോട്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. കാരണം ദാറ്റ്സ് ദ ഓൺലി തിങ് ദാറ്റ് ഗോഡ് കൗണ്ട്സ്, ഫെയ്ത്ത് ഇൻ ഹിസ് സൺ, അവൻ്റെ പുത്രനുള്ള വിശ്വാസം. അടുത്ത വാക്യം, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കും. ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. നമുക്ക് ഒരു വാക്യം, 10-ാം വാക്യം വായിച്ചു, കാരണം ഇത് എല്ലാം വിശദീകരിച്ച് ഒത്തിരി സമയം. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ഈ വാക്യം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. നമുക്ക് ദൈവവുമായിട്ടൊരു നിരപ്പുണ്ടാകുമ്പം ക്രൂശിൽ വെച്ചാ, അപ്പൊ ശരിക്കും എൻ്റെ അവസ്ഥ എന്തോ? ശത്രുവാ, ദൈവത്തിന്റെ ശത്രു. ഇപ്പൊ ദൈവത്തോടൊരു ശത്രുത്വം എല്ലാ മനുഷ്യനും ഉണ്ട്.
ആ നാച്ചുറലാണ്. അവൻ ജനിക്കുമ്പോഴേ ഉണ്ട് ദൈവത്തോടൊരു ശത്രുത്വം. അവൻ ദൈവത്തോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എപ്പോഴും നടക്കുന്നത്. എന്നെ എന്തിനാ ഇങ്ങനെ ആക്കിയത്? എനിക്ക് എന്താ അനുഗ്രഹങ്ങൾ തരാത്തത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചില്ലേ? ഇത്രയും പൈസ ഇട്ടില്ലേ? കഴിഞ്ഞ സെനറ്റർ പറഞ്ഞ എന്നോട് ചോദിച്ചാൽ 25,000 ദശാംശം കൃത്യമായിട്ട് 5,000 രൂപയാണോ ഫാസ്റ്റർ? ഞാൻ പറഞ്ഞത് ആണോ? 2,500 രൂപ അല്ലേ? 2,500 രൂപ. ഞാൻ പറഞ്ഞാണ് 2,500 രൂപയാണ്. അതെ, ഞാനിത് കൃത്യമായിട്ട് ഇട്ടിട്ടും എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇടാതിരുന്നു നോക്കി, ചിലപ്പോൾ നടക്കുമായിരിക്കും. കാരണം ഈ ബാർഗെയിൻ ചെയ്ത് നിർത്തിയിട്ട് കരുണയ്ക്കായിട്ട് ചോദിച്ചാൽ ചിലപ്പോൾ ദൈവം എന്തെങ്കിലും തരുമായിരിക്കും. അപ്പം ദൈവത്തെ വരെ കച്ചവടത്തിൽ ഉറപ്പിക്കാൻ കഴിവുള്ള മനുഷ്യനെയാണ് ശത്രുവാണ്. ഈ ശത്രുവിനെ നോക്കിയിട്ട് കർത്താവ് പറയും, ഇവൻ ഇങ്ങനെ ആയിപ്പോയല്ലോ, അവന് വേണ്ടി മരിച്ചേക്കാം എന്ന് പറയുന്നതിനോട് അവൻ അവൻ്റെ സ്നേഹം നമ്മോട് കാണിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ ചോദിക്കുക, പൗലോസ് ചോദിക്കുക, ഈ ശത്രു ആയിരുന്നപ്പോൾ അവൻ്റെ സ്നേഹം അത്രയായിരുന്നെങ്കിൽ ഇപ്പം പുത്രനായി കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ സ്നേഹം വർദ്ധിക്കുമോ കുറയുമോ? കൂടും. എന്നിട്ട് പറയാം, അങ്ങനെ ജീവനെ അവൻ തരാൻ തയ്യാറാവുമ്പോൾ ഞാൻ മഹാപാപി ആയിരുന്നെങ്കിൽ ഇപ്പം മകനായ ശേഷം അവൻ്റെ ജീവനാൽ എന്നെ എത്രയധികമായിട്ട് അവൻ രക്ഷിക്കും. ഇതാ നമ്മുടെ പ്രത്യാശ ഇളകി പോകാത്തതിൻ്റെ കാരണം. അത് അവൻ്റെ വാഗ്ദത്തത്തിന്മേലുള്ള അഷുറൻസ്. അതാണ് അബ്രഹാമിൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ പ്രോമിസ്, ദാറ്റ്സ് ഫെയ്ത്ത് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. അവൻ്റെ വാഗ്ദത്തങ്ങൾ, സ്റ്റാൻഡിങ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ഏത് പ്രോമിസാ? ഇതാ പ്രോമിസ്. ഇതാ 10ാം വാക്യം നമുക്ക് ഒരു പ്രോമിസായിട്ട് അങ്ങ് എടുക്കാം, വിശ്വസിക്കാം. എന്ത് വിശ്വസിക്കാം? ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. അത് ബൈബിളിൽ പറയുന്ന വേറൊരു കാര്യം, എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യാൻ കഴിയുന്നവന്. എന്ത് ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നേ? ചോദിക്കുന്നത് എന്താ? അതിന് തൊട്ട് മുമ്പത്തെ വാക്യം എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാം, 3:20 അതിൻ്റെ പുറകോട്ടുള്ള വാക്യങ്ങളും. 3:20 ആദ്യം വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. എന്താ ചോദിക്കുന്നത് നോക്കി? 17ാം വാക്യം. നമ്മൾ ഇന്നലെ 17 വായിച്ച, 19 മാത്രം വായിച്ചാൽ മതി. വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്യം പറയാ, എന്നാൽ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം നിങ്ങൾക്ക് തരാൻ. അപ്പോൾ ദൈവത്തിന്റെ എല്ലാ നിറവിലും നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി തോന്നും. അയ്യോ, ദൈവത്തിന്റെ എല്ലാ നിറവിനാലും ഞാൻ നിറഞ്ഞു വരുമോ എന്നൊരു പേടി തോന്നും. അപ്പോൾ പൗലോസ് പറയാണ്, വിഷമിക്കേണ്ട, നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ആ നിറവ് നിങ്ങൾക്ക് തരാൻ നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. ഇത് തന്നെ 10ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ്റെ ജീവനാൽ നിങ്ങൾ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അപ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കാൻ തീരുമാനിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ സ്വന്തം പുത്രൻ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതിനോട് വിശ്വസിക്കണം, അവൻ്റെ ജീവനാൽ, അവൻ്റെ ആത്മാവിനാൽ, നിങ്ങളിൽ വ്യാപരിക്കുന്ന അവൻ്റെ ആത്മാവിനാൽ, ആത്മാവ് തരുന്ന ക്രിസ്തുവിൻ്റെ ജീവനാൽ നിങ്ങളെ എത്ര അധികമായി അവൻ രക്ഷിക്കും എന്നും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ വിശ്വസിക്കണം. ദാറ്റ്സ് ദ പ്രോമിസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ യു. ഐ വിൽ നോട്ട് ഫോർസേക്ക് യു. അതുകൊണ്ട് എപ്പോഴും ഒരൊറ്റ കാര്യം മാത്രം ഉറപ്പ് വരുത്തുക, ഐ ആം ഇൻ ഫെയ്ത്ത്. ഞാൻ ഈ വിശ്വാസത്തിൽ തന്നെയാണ്. വിശ്വാസത്തെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കുക. ഏത് വിശ്വാസം? വിശ്വാസം എന്താ? ഞാനല്ല. നിങ്ങൾ ദയവായിട്ട് ഇത് മറക്കരുത് കേട്ടോ. എനിക്ക് അത് എങ്ങനെ ഓർപ്പിക്കണമെന്ന് എനിക്കറിയാൻ മേല. പറ്റുമായിരുന്നു ഞാൻ നിങ്ങളെ കൊണ്ട് 150 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിപ്പിച്ചേനെ. ഞാനല്ല, ക്രിസ്തു അത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കേട്ട വചനം ഞങ്ങൾക്ക് ജീവനായി മാറുവാൻ, വിശ്വാസമായി മാറുവാൻ. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ ഒന്നും നിൽക്കത്തില്ല കർത്താവെ. എന്നാൽ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള പ്രോമിസിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ വിശദീകരിക്കാൻ അങ്ങേ കഴിയുള്ളൂ കർത്താവെ. അവിടെ കൂടി വരുന്ന ജനങ്ങളെല്ലാം വിശുദ്ധീകരിക്കാനുള്ള കൃപാവരങ്ങളെ സഭയിൽ അവിടുന്ന് ഉരുവാക്കണമേ. ഞങ്ങളുടെ സഭകളിലെല്ലാം അങ്ങയുടെ ജീവൻ വ്യാപരിക്കുവാൻ, പുത്രത്വത്തിൽ വളരുവാൻ, ജീവനാൽ രക്ഷിക്കപ്പെടുവാൻ കർത്താവെ, അങ്ങയുടെ നീതിയാൽ തകർക്കപ്പെടുന്നവരും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരും കൃപ നിറഞ്ഞവരുമായിരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട ഓരോരുത്തർക്കും കർത്താവെ ഇത് ലാഭമാകണമേ. കർത്താവെ, ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ അവരെ സഹായിക്കണമേ. പൂർണ്ണമായ വിശുദ്ധീകരണം പ്രാപിക്കുവാൻ കർത്താവ്, പാപത്തെ വിട്ട് ഓടുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അങ്ങേ മാത്രം ഉന്നം വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ നീതീകരിച്ചതിനായി, വിളിച്ചതിനായി, തേജസ്സിലേക്ക് നടത്താൻ അങ്ങ് കഴിവുള്ളവനാകയാൽ, ശക്തനാകയാൽ ആ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ